എല്ലാവർക്കും നമസ്കാരം. ലൈബ്രറിയുടെ പ്രസിഡന്റ് രാജീവ്, ബഹുമാനിയെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സിൻ്റെ 4ാമത്തെ ദിവസം ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ശ്രീമദ് ഭഗവത ഗീത സ്വാമികളാണ്. ശിവഗിരി മഠത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട സ്വാമിയാണ്. ശിവഗിരി മഠത്തിലെ അംഗമാണ്. ചേർത്തലയ്ക്കടുത്ത് വിശ്വകാരി മഠം ശിവഗിരി മഠത്തിൻ്റെ ശാഖയാണ്, അതിൻ്റെ സെക്രട്ടറിയാണ്. ക്ലാസുകൾ എടുക്കുന്നതിനും അതുപോലെ വിവിധ കവികളെയൊക്കെ സ്വാമികൾ പലപ്പോഴും ഞാൻ വിളിച്ചിട്ടുണ്ട്. സ്വാമി വരികയും ക്ലാസുകൾക്ക് ഇന്ന് സ്വാമിയുടെ ജ്ഞാനി നിർണയത്തെ കുറിച്ചാണ് ക്ലാസ്. ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷം ജാതിയെ ശാസ്ത്രീയമായി അതുപോലെ തന്നെ ജീവശാസ്ത്രപരമായി നിർവഹിച്ചുകൊണ്ട് മനുഷ്യ വിചാരിയാണ് ഒരു സ്ഥാപിക്കുന്നത്. സ്വാമികളെ എൻ്റെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും. ശ്രീനാരായണ സദ്ഗുരു സ്മൃതിരിമാൻ ശുദ്ധീകരോത്വം ജസാ ധർമ്മസ്ഥാപന കർമ്മലോരുപമതേ ബ്രഹ്മരാഹോ ഭവ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ. ശ്രീനാരായണായാന്വഹം ശ്രീനാരായണ ഗുരുരാജ്ഞാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘത്തിലെ ഒരു സന്യാസിക നേതൃ സ്വാമി തൃപാദങ്ങളുടെ സ്മരണയിൽ നമസ്കാരവും സ്വാഗതവും അറിയിക്കുകയാണ്. നമ്മളിന്ന് കർക്കിടക മാസം പഠന ക്യാമ്പിന്റെ ഭാഗമായി ഇന്ന് വിചാരം ചെയ്യുന്ന കൃതി ജാതി നിർണയമാണ്. ഗുരുദർശന പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കൃതി പഠിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ദർശനം എന്ന വാക്ക് എല്ലാവർക്കും അറിയാം. ഗുരുദർശനം, ശ്രീനാരായണ ദർശനം ഇന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിലോസഫി എന്നൊരു പദത്തിന്റെ സംസ്കൃത അനുവാദമായിട്ടും മലയാളത്തിലുമൊക്കെ ദർശനം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഫിലോസഫർ എന്ന് പറയുന്നതിന് മലയാളത്തിൽ ദാർശനികൻ എന്നും പറയാറുണ്ട്. അപ്പൊ ദർശനത്തെ
പറയുന്നവനാണ് ദാർശനികൻ. എന്താണ് ദർശനം? ദർശനം എന്ന വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ദർശനം എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. കാണുക, ദർശിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുന്നു, അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ദർശനം എന്ന വാക്കിന്റെ അർത്ഥം കാണുക എന്നാണെങ്കിൽ, കാണുന്നയാളെ, കാണുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ദാർശനികൻ. ഒരാള് ഒന്നിനെ കാണുന്നു, അപ്പൊ നമുക്ക് അയാളെ പറയാം ദാർശനികൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് കാഴ്ചയുള്ള എല്ലാവരും തന്നെ കാണുന്നുണ്ട്. കാഴ്ചയുള്ള എല്ലാവരും മുമ്പിലുള്ള വസ്തുക്കളെ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ദാർശനികൻ എന്ന് പറയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കള്ളനും കൊലപാതകയും ഏറ്റവും ക്രൂരമായ അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ കാണുന്നു എന്നതുകൊണ്ട് അവരെ ദാർശനികൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ എന്താണ് ദർശനം? ആ ദർശനത്തെ വീക്ഷിക്കുന്ന ദാർശനികൻ ആര് എന്നതിനെ നമ്മൾ ആദ്യമായിട്ട് ആമുഖമായിട്ട് വിചാരം ചെയ്താൽ ഈ കൃതിയുടെ ആ പേരിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. മനുഷ്യനും മൃഗങ്ങളും എല്ലാം തന്നെ ഈ ലോകത്തെ കാണുന്നുണ്ട്. മനുഷ്യൻ കാണുന്നുണ്ട്, മൃഗങ്ങൾ കാണുന്നുണ്ട്, പശുപക്ഷികളെല്ലാം കാണുന്നുണ്ട്. പഴയ ഒരു പൗരാണികമായ ശ്ലോകമാണ് ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷാം അധികോ നിശേഷ ധർമ്മേണ ഹീന പശുഭി സമാനം. മനുഷ്യന്, മൃഗങ്ങള്, ഈ ഭൂമിയിലെ സകല പ്രാണിവർഗങ്ങളും കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തെ കാണുന്നു. കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തെ കാണുന്നതുകൊണ്ട് അവരെല്ലാവരും ദാർശനികർ തന്നെയാണ്. ഏത് തരത്തിൽ? മൃഗങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ ദർശിക്കുന്നത്? ആഹാരനിദ്ര ഭയമൈഥുനം. വിശന്നു കഴിഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി ഈ ജഗത്തിനെ ദർശിക്കുന്നു. ഒരു ഭയം വന്നു കഴിഞ്ഞാൽ അഭയസ്ഥാനത്തിന് വേണ്ടി ഈ ജഗത്തിനെ ദർശിക്കുന്നു. തന്റെ വംശവർദ്ധനവിന് വേണ്ടി ഈ ജഗത്തിനെ ദർശിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദർശനത്തിന്റെ ആദ്യ പടിയിൽ മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യനും മൃഗങ്ങളും പൊതുവായിട്ട് ജഗത്തിനെ ദർശിക്കുന്നു. പക്ഷെ ഒരൊറ്റ കാര്യമാണ് മനുഷ്യന്റെ ദർശനത്തെ സാമാന്യ മൃഗങ്ങളുടെ ദർശനത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. എന്താണ് ആ കാര്യം? ധർമ്മോ ഹി തേഷാം അധികോ വിശേഷം. തേഷാം എന്ന് പറഞ്ഞാൽ അവയിൽ, ഇവയിൽ മൃഗങ്ങളും മനുഷ്യരും, ഇവയിൽ ധർമ്മമാണ് മനുഷ്യന്റെ ദർശനത്തെ, മനുഷ്യന്റെ വീക്ഷണത്തെ, കാഴ്ചപ്പാടിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ ധർമ്മത്തിന് പല പല അർത്ഥങ്ങളുണ്ട്. അതിന് ഉയർന്ന ഒരു ദാർശനികമായ അർത്ഥമുണ്ട്, വ്യാവഹാരികമായ അർത്ഥമുണ്ട്. ധർമ്മത്തിന്റെ വ്യാവഹാരികമായ അർത്ഥം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വിവേചനം ചെയ്ത് അറിയാനുള്ള ബുദ്ധിയാണ്, വിവേക ബുദ്ധിയാണ് ധർമ്മത്തിന്റെ വ്യാവഹാരിക അർത്ഥം. ദാർശനികമായ അർത്ഥത്തിന് വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണ് എന്ന് വിവേചനം ചെയ്തറിയുക. അതുപോലെ മുമ്പിൽ കാണുന്ന ഒരു കാര്യത്തെ കണ്ട് അതിന്റെ പുറകിലുള്ള കാരണത്തെ അനുമാനിച്ചറിയുക. ഇതിനെ രണ്ടിനെയും ചേർത്ത് നമുക്ക് ധർമ്മബോധം എന്ന് പറയാം. അപ്പൊ മനുഷ്യനെ നോക്കൂ, മൃഗങ്ങള് നല്ലൊരു മഴ പെയ്യുന്നു കരുതുക. ഒരു മൃഗവും, ലോകത്തിൽ ഒരു മൃഗവും എന്തുകൊണ്ട് ഈ മഴ പെയ്യുന്നു എന്ന് ചിന്തിക്കില്ല. ഏതെങ്കിലും മൃഗം ചിന്തിക്കുമോ? ആ മൃഗം മഴ കൊണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ നനഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭയസ്ഥാനത്തേക്ക് പോകും. പക്ഷെ മനുഷ്യൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ മഴ പെയ്തത്? നമ്മൾ നോക്കൂ, ഒരു മുമ്പിൽ കാണുന്ന ഒരു കാര്യം, ആ കാര്യം, ഒരു എഫക്റ്റ്, ആ കാര്യത്തെ കണ്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടല്ലോ എന്ന് അനുമാനിച്ചറിയാനുള്ള വിവേചന ശക്തി,
വിവേക ബുദ്ധി കേവലം മനുഷ്യവർഗത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യത്തെ കണ്ട് കാരണത്തെ, നമുക്ക് അറിയാത്ത കാരണത്തെ അനുമാനിച്ച് ദർശിക്കുവാനുള്ള കഴിവ് ഉള്ള വ്യക്തിയാണ് ആര്? ദാർശനികൻ. ഞാൻ നേരത്തെ ധർമ്മത്തിന്റെ മറ്റൊരർത്ഥം കൂടി പറഞ്ഞു. ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണെന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പോ നമ്മുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അതെന്റെ സഹോദരിയാണ്, എന്റെ അമ്മയാണ്, ഭാര്യയാണ്, എന്റെ ഇന്ന ബന്ധുവാണ് എന്ന് വേർതിരിച്ച് മനുഷ്യന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യന് ഇവിടെ ഇരിക്കുന്ന മുമ്പിൽ ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവരെയും വേർതിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. പക്ഷെ മൃഗത്തെ സംബന്ധിച്ച് അത് ഇല്ലാതല്ല, വളരെ കുറവാണ്. ഒരു പൂച്ചയെ സംബന്ധിച്ച് അതിന്റെ മുമ്പിൽ കാണുന്നത് മറ്റൊരു പൂച്ച, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന്റെ സഹോദരിയാണെന്നോ സഹോദരനാണെന്നോ ചിന്തിച്ച് ആ രീതിയിൽ അതിനോട് വ്യവഹരിക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല. അപ്പൊ നോക്കൂ, നമ്മളിൽ നിന്ന് ആ ധർമ്മബോധം എടുത്തു മാറ്റി കഴിഞ്ഞാൽ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകുന്നു. തകർന്നു പോകും. കുടുംബം നിലനിൽക്കുന്നത് ഏത് കാര്യത്തിലാണ്? കുടുംബം നിലനിൽക്കുന്നത് ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ പെങ്ങളാണ്, നാത്തൂനാണ്, അളിയന്റെ മകനാണ്. ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങൾക്കനുസരിച്ച് വ്യവഹരിക്കുന്നത് കൊണ്ടാണ് ഒരുവൻ നിരീശ്വരവാദിയോ ഈശ്വരവിശ്വാസിയോ നാസ്തികനോ ആസ്തികനോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന കുടുംബം, ആ കുടുംബം നിലനിൽക്കുന്നത് ഇങ്ങനെ വേർതിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഇടപെടാനുള്ള കഴിവ് മനുഷ്യനുള്ളതുകൊണ്ടാണ്. മനുഷ്യരിൽ നിന്ന് ആ കഴിവ് നഷ്ടപ്പെട്ടാലോ അച്ഛന് ഇത് തന്റെ മകളാണെന്ന് അറിയാൻ കഴിയില്ല. ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ. ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ എപ്രകാരം വ്യവഹരിക്കണം അപ്രകാരം വ്യവഹരിക്കും. ഒരു സഹോദരന് ഇതെന്റെ സഹോദരിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ധർമ്മബോധം വേർതിരിച്ചറിയുക, അതേപോലെ കാര്യത്തെ കണ്ട് അതിന്റെ പുറകിലുള്ള കാരണത്തെ അനുമാനിച്ചറിയാനുള്ള കഴിവ്, ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ ദാർശനികനാക്കി മാറ്റുന്നത്. ഈ ഒരു കാഴ്ച നമുക്ക് കാണാത്ത, നമുക്കറിയാത്ത ഒന്നിനെ അനുമാനത്തിലൂടെ ദർശിക്കുന്നു. ആ അനുമാനത്തിലൂടെ ദർശിക്കുന്ന ഒരാളെയാണ് യഥാർത്ഥത്തിൽ ദാർശനികൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ഈ പ്രപഞ്ചം ഒരു കാര്യമാണ്. ഒരു നിയമമുണ്ട്. എവിടെയാണോ കാര്യമുള്ളത് നിശ്ചയമായിട്ടും അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായേ തീരൂ. നമ്മുടെ മുമ്പിലുള്ള എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു കാരണം അതിന്റെ പുറകിലുണ്ട്. കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യവസ്ഥ കാണുന്നുണ്ട്. വ്യവസ്ഥ കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ പുറകിൽ വ്യവസ്ഥാപകനുണ്ട്. അല്ലെ? നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നു, ആളുകളൊക്കെ എല്ലാവരും അച്ചടക്കത്തോടെ ഇരിക്കുന്നു, വിളക്ക് കൊടുക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, ക്ലാസ് എടുക്കുന്നു, ശ്രദ്ധയോടെ കൂടി കേൾക്കുന്നു, സമയം കഴിഞ്ഞാൽ പോകുന്നു. എല്ലാറ്റിനും ഒരു വ്യവസ്ഥ കാണാം. വ്യവസ്ഥ കാണുന്നുണ്ടെങ്കിലോ ഇതിനെ വ്യവസ്ഥപ്പെടുത്തിയ ആരോ ഒരാള് ഇതിന്റെ പുറകിലുണ്ട്. ഈ പ്രപഞ്ചത്തെ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ അവ്യവസ്ഥ അംഗീകാരം കണ്ടേക്കാം. പക്ഷെ സാമാന്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ കാണാം. അപ്പൊ അതിലൂടെ നമ്മൾ എന്തിനെ അനുമാനിച്ചറിയുന്നു? ഒരു വ്യവസ്ഥാപകന്റെ സാന്നിധ്യം അനുമാനിച്ചറിയുന്നു. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്. നിയമമില്ല, ഇവിടെ നിയമമില്ല എന്ന് പറയാൻ സാധിക്കും. വ്യക്തമായ നിയമമുണ്ട്. ഓരോ ഋതുവും അതാത് കാലത്ത് വരുന്നു. ചില ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ കൂടി വസന്തകാലം വരിക തന്നെ ചെയ്യും. ഇന്നേ വരെ വസന്തകാലം വരാതിരുന്നിട്ടില്ല. ചില ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും, പക്ഷെ അതാത് ഋതുക്കൾ വരുന്നു. എല്ലാ ഭ്രമണപഥത്തിലൂടെയും അതാത് ഗ്രഹങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നു. എല്ലാറ്റിനും ഒരു നിയമം കാണും. അപ്പൊ നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ പുറകിൽ ഒരു നിയാമകനുണ്ട്. ആ നിയമത്തെ ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്. സംവിധാനമില്ലാതെ സ്വാഭാവികമായിട്ട് നിയമം ഉണ്ടാകില്ല. ഒരു രാജ്യത്ത് ഒരു നിയമമുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആ നിയമത്തെ രൂപപ്പെടുത്തിയ സംവിധാനമുണ്ട്. ഇപ്രകാരം നമ്മുടെ മുമ്പിൽ കാണുന്ന, പ്രത്യക്ഷമായി കാണുന്ന ഒരു സംഭവത്തെ കണ്ട് ആ സംഭവത്തിൽ മാത്രം നമ്മുടെ ബുദ്ധിയെ ഒതുക്കി നിൽക്കാതെ അതിന്റെ പുറകിലേക്ക് നമുക്ക് കാണാൻ കഴിയാത്ത തലങ്ങളിലേക്ക് അന്വേഷിച്ച് അതിനെ സാക്ഷാത്കരിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് ദാർശനികൻ.
ഈ ദാർശനികനായി തീരാൻ തൽക്കാലം ഒരു മനുഷ്യന് മാത്രമേ സാധിക്കൂ. എന്തുകൊണ്ട്? മനുഷ്യനാണ് വിശേഷ ബുദ്ധിയുള്ളത്, ധർമ്മബോധമുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പം നമ്മുടെ മുമ്പിൽ കാണുന്നു. ജാതി ഇല്ലാതെ ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ജാതി ഇല്ല, ഒരിക്കലും പറയാൻ സാധിക്കില്ല. പണ്ടൊരു മനുഷ്യൻ കണ്ടു, ഗുരുവിന്റെ ജാതിയില്ലാ വിളംബരം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ്? രമേശൻ നായർ. അതേപോലെ നമുക്ക് ഒരിക്കലും ജാതി ഇല്ല. ഇന്നത്തെ വ്യവഹാര ലോകത്ത് ജാതിയെ അടിസ്ഥാനമായി സംഘടനാദി കാര്യങ്ങൾ നടക്കുന്നു, ജാതിയുടെ അടിസ്ഥാനമായി സംഘടന ഉണ്ടാകുന്നു, സമുദായ പ്രവർത്തനം നടത്തുന്നു. എല്ലാം ജാതിയാണ്. പ്രത്യക്ഷമായ ബ്രാഹ്മണത്വാദി ജാതികളും അനേകായ ഉപജാതികളും നമ്മുടെ മുമ്പിൽ കാണുന്നു. ഈ കാണുന്ന ജാതി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അതിന്റെ യഥാർത്ഥമായ മാനം എന്ത്, അതിന്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട് എന്ത് എന്നതിന് നമ്മൾ അന്വേഷിച്ച് വിചാരം ചെയ്യുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ. അതുകൊണ്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈ ഗ്രന്ഥത്തിന് ജാതി നിർണയം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അത് ബഹുരസമല്ലേ? കാരണം ഗുരുദേവന്റെ സാമൂഹ്യ നവോത്ഥാന കർമ്മങ്ങളിൽ ഗുരുദേവൻ ഏറ്റവും ശക്തമായി സൈദ്ധാന്തികമായി ദാർശനികമായി ഖണ്ഡിച്ചത് ഈ ജാതി സമ്പ്രദായത്താണ്, അല്ലേ? ജാതിയെ ഇല്ലാന്ന് പറയും. അങ്ങനെ ജാതി സമ്പ്രദായത്തെ ഖണ്ഡിച്ച ഗുരുദേവൻ എന്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് ജാതി നിർണയം എന്ന പേര് കൊടുത്തു? ജാതി നിരാസം എന്ന പേര് കൊടുത്താൽ പോലെ ജാതി ഇല്ല സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ നിർണയം എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. ഒരു വസ്തുവിനെ നമ്മൾ നിർണയിക്കാതെ പറഞ്ഞാൽ അനുമാനത്തിലൂടെയും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയും അത് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. അപ്പൊ ജാതി നിർണയം എന്ന് പറഞ്ഞാൽ ജാതി ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. ജാതി ഉണ്ട്, പക്ഷെ ആ ജാതിയുടെ യഥാർത്ഥമായ അർത്ഥമെന്ന് നമ്മുടെ മുമ്പിൽ നാം പ്രത്യക്ഷമായി കാണുന്ന ജാതി, ആ ജാതിയാണ് ഗുരുദേവൻ ഇതിലൂടെ വിഭാവനം ചെയ്യാൻ ഉദ്ദേശിച്ച ജാതി. ഇനി മറ്റെന്തെങ്കിലും ജാതിയാണ്. അപ്പൊ അധികം നമ്മുടെ ആമുഖമില്ലാതെ സമയത്തിന്റെ പരിമിതി കാരണം നമ്മൾ ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ശ്ലോകം, ഈ ഗ്രന്ഥത്തിൽ ഏതാണ്ട് 6 ശ്ലോകങ്ങളുണ്ട്. 1914 കാലഘട്ടത്തിലാണ് ഈ ഒരു കൃതി രചിച്ചത് എന്ന് പറയുന്നു. ഗുരുവിന്റെ 63ഓളം കൃതികളിൽ ഗുരുവിന്റെ ഏറ്റവും മൗലികമായ ദർശനം നമുക്ക് ഈ ഒരു കൃതിയിൽ കാണാൻ സാധിക്കും. ആദ്യത്തെ ശ്ലോകം സംസ്കൃതത്തിലാണ്, അതിനുശേഷം മലയാളത്തില് 5 ശ്ലോകങ്ങൾ വരുന്നു. നോക്കൂ, ഒന്നാമത്തെ ശ്ലോകം മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാമ്യത ന ബ്രാഹ്മണാദിരസ്യൈവം ഹാ തത്വം വേത്തി കോപിനഃ. ഇത് സംസ്കൃത ഭാഷയിൽ എഴുതാൻ കാരണം ഭാരതത്തിന്റെ ഒരു 1000കണക്കിന് വർഷത്തെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സഹസ്രാബ്ദങ്ങളായി ഇവിടെ രൂഢമൂലമായിരിക്കുന്ന ജാതി വ്യവസ്ഥിതി, അതിനെതിരെയുള്ള ഏറ്റവും ആദ്യത്തെ വ്യക്തമായ ഒരു പ്രഹരമാണ് ഈ ശ്ലോകം. സ്വാമി തൃപ്പാദങ്ങൾ ഈ ശ്ലോകം രചിക്കുന്നതിന് മുമ്പ് എവിടെയും തന്നെ ആരും തന്നെ ചാതുർവർണ്ണത്തെ സൈദ്ധാന്തികമായി ഇങ്ങനെ ഖണ്ഡിക്കുവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം ഭാരതത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ജാതി വിവേചനത്തിനെതിരെ പല മഹാത്മാക്കളും പടപൊരുതിയിട്ടുണ്ട്, ശ്രീ ബുദ്ധൻ തുടങ്ങിയ മഹാത്മാക്കൾ. പക്ഷെ അവരാരും തന്നെ അതിനെ ഫിലോസഫിക്കലായി ദാർശനികമായി ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ അന്തസാര ശൂന്യതയെ എതിർക്കുവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഒന്നുകിൽ അതിനെ നിഷേധിക്കുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ദാർശനികമായി ഒന്നിനെ നമ്മൾ ഖണ്ഡിച്ചു കഴിഞ്ഞാല് അത് ഇല്ലാതാകും.
ഏതൊരു സംഘടനയും ഏതൊരു പ്രസ്ഥാനവും അത് നിലനിൽക്കുന്നത് അതിനടിസ്ഥാനപരമായ ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി ഇല്ലാതായി കഴിഞ്ഞാൽ കാലാന്തരത്തിൽ ആ സംഘടനയോ മതമോ പ്രസ്ഥാനമോ ഇല്ലാതായിട്ട് മാറും. ഇപ്പൊ ചാതുർവർണ്ണത്തെ നിലനിർത്തിയത് അടിസ്ഥാനപരമായ ചില ഐഡിയോളജിയാണ്. അതിനെതിരെ പ്രഹരമേൽപ്പിക്കുവാൻ സ്വാമി തിരുപ്പാദങ്ങളാണ് ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങിയത്. ഇതിനു മുമ്പ് ഒരു ചരിത്രത്തിലും നമുക്ക് പഴയ കാലത്ത് ജാതി നീതി കുല ഗോത്ര ദൂരകം ദേശകാല വിഷയാതി പട്ടിയൽ ബ്രഹ്മതത്വമസി ഭാവയാത്മനി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് വിവേക ചൂടാമണിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരാണോ ആത്മീയതയുടെ ഏറ്റവും ഉന്നത അവസ്ഥയായ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ജാതി നീതി കുലം ഗോത്ര ദൂരം എന്നിവയിൽ നിന്നെല്ലാം ദൂരെയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെയും ജാതിയെ അദ്ദേഹം ഒരിക്കലും ഗണിച്ചിട്ടില്ല. ആധുനിക കാലത്ത് പല ഫിലോസഫേഴ്സും ആചാര്യസ്വാമികളും ശങ്കരാചാര്യ സ്വാമികളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജാതിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവനൊന്നല്ല, ഒരു കണക്കിന് വർഷം മുമ്പേ ശങ്കരാചാര്യ സ്വാമികൾ തുടങ്ങിയ മഹാത്മാക്കളും ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനത്തിനെതിരെ അവരും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ സ്ഥാപിക്കുന്ന ഒരു ശ്ലോകമാണ്. നിങ്ങൾ പല പുറത്തുള്ള ചർച്ചകളിലും സെമിനാറുകളിലും ശ്ലോകം കേൾക്കാം. പക്ഷെ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ആ ബ്രഹ്മഭാവത്തിലേക്ക് വിചാരം ചെയ്ത ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ജാതിയില്ല, നീതിയില്ല, കുലമില്ല, ഗോത്രമില്ല എന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴും സമൂഹത്തില് ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നു. ഭാരതത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥിതി രൂപപ്പെട്ടത്? ഭാരതത്തിലെ ചാതുർവർണ്ണ വ്യവസ്ഥിതി രൂപപ്പെടുന്നത് ആദ്യമായിട്ട് വേദങ്ങളിലാണ്. എല്ലാ വേദങ്ങളിലും കാണുന്ന ഈ വേദങ്ങളിലൊക്കെ ഒരുപാട് സൂക്തങ്ങളുണ്ട്. ഓരോ ദേവതയും മറ്റും വിശേഷമായി പുകഴ്ത്തി പറയുന്ന സൂക്തങ്ങൾ. അപ്പൊ എല്ലാ വേദങ്ങളിലും 4 വേദങ്ങളിലും കാണാവുന്ന ഒരു സൂക്തമാണ് പുരുഷ സൂക്തം. ഈ പുരുഷ സൂക്തത്തിലാണ് ജാതീയതയെ ഒരു ദാർശനികമായിട്ട് ചാതുർവർണ്ണത്തെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പുരുഷ സൂക്തത്തിൽ പറയുന്നു, ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹു രാജന്യ കൃതഃ ഊരു തതസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്ര അജായത. ഈ ശ്ലോകമാണ് വാസ്തവത്തിൽ ഹിന്ദു മതത്തിലെ എല്ലാ ജാതീയതയുടെയും എല്ലാ ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും അതിനെ തുടർന്ന് പിൽക്കാലങ്ങളിൽ നടമാടിയ എല്ലാ അനാചാരങ്ങളുടെയും പ്രഭാവ കേന്ദ്രം ഈ സൂക്തമാണ്. ഇത് പുരുഷ സൂക്തത്തില് വരുന്നൊരു ഭാഗമാണ്. ഏറ്റവും രസകരമായ കാര്യം, പുരുഷ സൂക്തത്തിലെ ഈ ഭാഗത്തിനെതിരെയാണ് ഗുരുദേവൻ വലിയ രീതിയിൽ ദാർശനികമായി അതിനെ ഖണ്ഡിക്കുവാൻ വേണ്ടി ഇത്തരം ഗ്രന്ഥങ്ങൾ രചിച്ചത്. അതേ പുരുഷ സൂക്തം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പല വൈദിക ശാന്തിമാർ ഇന്ന് അമ്പലങ്ങളിൽ അഭിഷേകവും ഹോമമൊക്കെ ചെയ്തത്. നമ്മുടെ SNDP യോഗത്തിന്റെ ഉൾപ്പെടെയുള്ള പല അമ്പലങ്ങളിലും ഇതേ പുരുഷ സൂക്തത്തെ ചൊല്ലിക്കൊണ്ട് വൈദികര് അഭിഷേകാദി ചടങ്ങുകൾ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അഭിഷേകാദി ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഈ പുരുഷ സൂക്തത്തിലെ ഈ വരികളാണ് എല്ലാ ജാതി വർണ്ണ വ്യവസ്ഥയുടെയും ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത്. എന്താണ് ആ വരിയുടെ താല്പര്യം? ആ വരിയിൽ പറയുകയാണ്, ബ്രാഹ്മണോ അസ്യ മുഖമാസീത്. ഒരു വിരാട് പുരുഷന്റെ ഒരു വലിയ ഈശ്വര സങ്കല്പത്തെ പറയുകയാണ്. ആ ഈശ്വര സങ്കല്പത്തിന്റെ മുഖമാണ് ബ്രാഹ്മണൻ. അസ്യ മുഖമാസീത് ബാഹു രാജന്യ കൃത. കൈകൾ എന്ന് പറയുന്നത് ക്ഷത്രിയമാണ്. ഉരു തതസ്യ യത് വൈശ്യഃ. ഉരു, ആ വിരാട് പുരുഷന്റെ തുടഭാഗം എന്ന് പറയുന്നത് വൈശ്യനാണ്. പദ്ഭ്യാം ശൂദ്ര അജായത. കാലുകളിൽ നിന്ന് ശൂദ്രനുണ്ടായി. അങ്ങനെ ഈ ഒരു ശ്ലോകം വേദങ്ങളിലൂടെ പറഞ്ഞതിന് ശേഷം ഈ ശ്ലോകത്തെ ആധാരമാക്കി ക്രമേണ സമൂഹത്തില് വേർതിരിവുണ്ടായി. അത് ബ്രാഹ്മണൻ ഈശ്വരന്റെ മുഖത്തു നിന്ന് വിശ്വസിച്ച് ഈശ്വരന്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നതുകൊണ്ട് ബ്രാഹ്മണനാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. കൈകള് അത് ക്ഷത്രിയത്വമാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ക്ഷത്രിയന്മാരാണ് അടുത്ത സ്ഥാനം. തുട എന്ന് പറഞ്ഞാൽ കർമ്മശേഷിയെ കാണിക്കുന്നു, അധ്വാനത്തെ കാണിക്കുന്നു.
അപ്പൊ സമൂഹത്തിൽ അധ്വാനത്തെയും കർമ്മശേഷിയും അതിലൂടെ സമൂഹത്തിന്റെ ധനത്തെ സമൂഹത്തിന് ആവശ്യമായ ധനത്തെ സമാർജിക്കുന്ന ആ വിഭാഗങ്ങളെ വൈശ്യൻ എന്ന് പറയുന്നു. ഇനിയോ പത്നിയാം ശൂദ്ര, അതായത് പാദങ്ങളിൽ നിന്ന് ശൂദ്രന്മാരുണ്ടായി. കാരണം പാദങ്ങളെ കാണിക്കുന്നത് സെർവന്റ്, സേവകന്മാർ. ഈ പറഞ്ഞ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നീ 3 വർണ്ണങ്ങളെ ശുശ്രൂഷിക്കാനുള്ള, സേവിക്കാനുള്ള വിഭാഗങ്ങളെ ശൂദ്രൻ എന്ന് പറയുന്നു. ഇത് വേദം പറഞ്ഞതാണ്. ഹിന്ദുമതത്തിന്റെ പരമപ്രമാണ ഗ്രന്ഥമായി വേദത്തെ മാനിക്കുന്നു. ആ വേദം ഈശ്വരന്റെ വാണിയായിട്ട് മാനിക്കുന്നു. വേദം അപൗരുഷേയമാണെന്ന് മാനിക്കുന്നു. അപൗരുഷം എന്ന് പറഞ്ഞാൽ ഒരാളാലും എഴുതപ്പെടാതെ ഈശ്വരൻ തന്നെ അക്ഷരമായിട്ട് പ്രകടമായിരുന്നു. ആ വേദങ്ങളിൽ പറഞ്ഞതാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതി. അതുകൊണ്ട് ചാതുർവർണ്ണ്യം സത്യമാണ്. അത് ഇപ്രകാരം ബ്രാഹ്മണൻ ഉയർന്നത്, ക്ഷത്രിയൻ പിന്നീട്, വൈശ്യൻ പിന്നീട്, ഏറ്റവും താഴ്ന്നത് ശൂദ്രൻ എന്ന നിലയ്ക്ക് കുറെ കാലം സമൂഹത്തിൽ പോയി. അങ്ങനെ ഉച്ചനീചത്വ വേദകൽപ്പനകൾ കൽപ്പിച്ചത് കാരണം ബ്രാഹ്മണൻ ശൂദ്രനോട് ഇടപെടുന്ന രീതി, ബ്രാഹ്മണൻ ക്ഷത്രിയനോട് ഇടപെടുന്ന രീതി, ക്ഷത്രിയൻ വൈശ്യനോട് ഇടപെടുന്ന രീതി, എങ്ങനെയൊക്കെ ഇടപെടാം, ഇതെല്ലാം സ്മൃതി ഗ്രന്ഥങ്ങളിലൂടെ പിന്നീട് പിൽക്കാലത്ത് എഴുതപ്പെട്ടു. കാരണം നമ്മൾ ഇന്ന് നമ്മുടെ ഭാരതം ഭരിക്കുന്നത് ഭരണഘടനയെ ആധാരമാക്കിയാണ്. പണ്ടത്തെ കാലത്ത് നാട്ടുരാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ആ ഭരണഘടനയുടെ പേരാണ് സ്മൃതികൾ, സ്മൃതി ഗ്രന്ഥങ്ങൾ. പരാശര സ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി. ഈ സ്മൃതി ഗ്രന്ഥങ്ങളിലാണ് ചാതുർവർണ്ണത്തെ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് നിശ്ചയിച്ചത്. ഒരാൾ 2 പേര് തുല്യമായ ശിക്ഷ കിട്ടുന്ന തെറ്റ് ചെയ്തു. അതിലൊരാൾ ബ്രാഹ്മണനാണെങ്കിൽ അയാളുടെ ശിരസ് മുണ്ടനം ചെയ്താൽ മതി, തല മുട്ട ഒടിച്ചാൽ മതി. ശൂദ്രനാണെങ്കിൽ ശിരസ് വെട്ടിക്കളയണം. ഇങ്ങനെ ഈ ഉച്ചനീചത്വ കൽപ്പനകളുള്ള ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റി, ഒരു സാമൂഹിക ജീവിത ക്രമമാക്കി മാറ്റിയത് പിൽക്കാലത്ത് വന്ന സ്മൃതി ഗ്രന്ഥങ്ങളിലാണ്. അപ്പൊ വേദം ശ്രുതിയാണ്. ശ്രുതിയിലൂടെ ഈ ചാതുർവർണ്ണ്യം സ്ഥാപിക്കപ്പെട്ടു. സ്മൃതിയിലൂടെ അത് സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ എത്രയോ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ സമൂഹത്തിൽ വളരെ നീചമായ വിവേചനങ്ങൾ നടമാടി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവർക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. അങ്ങനെ പിന്നീട് കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തില് ഈ വൈദിക കർമ്മകാണ്ഡം ചെയ്യുന്ന ആളുകൾക്ക് ഇച്ചിരി ശക്തി കുറഞ്ഞു. ക്രമേണ ഫിലോസഫിയെ, ദർശനത്തെ ചിന്തിക്കുന്ന ആളുകൾ ഉദയം ചെയ്തു. അവരെ നമ്മൾ വേദാന്തികൾ എന്ന് പറയുന്നു. ശങ്കരാചാര്യ സ്വാമിക്ക് ശേഷം വേദാന്ത ദർശനത്തിന് ഭാരതത്തില് വലിയൊരു പ്രാധാന്യം കൈവന്നു. ഇപ്പൊ വേദാന്തം എന്ന് പറയുന്നത് യുക്തി വിചാരത്തിന്റെ ശാസ്ത്രമാണ്. കേവലം ആത്മവിശ്വാസമോ ഒരു വിശ്വാസത്തിന്റെ തലത്തിലുള്ള ഒരു ഫിലോസഫിയല്ല വേദാന്തം. അപ്പൊ സമൂഹത്തിൽ വേദാന്തം വലിയ രീതിയിൽ പ്രചാരം നേടുകയും ഒരുപാട് വേദാന്തികൾ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ വലിയൊരു പ്രശ്നം വീണ്ടും ഉടലെടുത്തു. എന്താണ് ആ പ്രശ്നം? വേദാന്തികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വേദാന്ത ദർശനത്തെ സംബന്ധിച്ച് പരമമായ പ്രമാണം എന്നുള്ളത് വേദമാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പരമമായ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നു. നേരെ മറിച്ച് യുക്തി വിചാരത്തിനും അവർ പ്രാധാന്യം കൊടുക്കുന്നു. യുക്തി വിചാരമാണ്, യുക്തി വിചാരത്തിലൂടെ ഒരു ബ്രഹ്മതത്വത്തെ അനുമാനിച്ചറിയുക, സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് വേദാന്തത്തിന്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പൊ ഈ യുക്തി വിചാരവും ഈ ചാതുർവർണ്ണ്യവും തമ്മിൽ വലിയ ഒരു എന്താ പറയുക പരസ്പര വൈരുദ്ധ്യമാണ്. യുക്തി വിചാരത്തിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു മനുഷ്യനെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും ശൂദ്രനെന്നും വൈശ്യനെന്നും കൽപ്പിക്കാൻ സാധിക്കുക? എങ്ങനെയാണ്? എന്ത് ആധാരത്തിലാണ്? ഏത് കുടുംബത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ചിലപ്പോൾ ഇന്റലക്ച്വൽ ആയിട്ട് ഉയർന്ന തലത്തിലേക്ക് ഉയർന്നേക്കാം. ഏത് കുടുംബത്തിൽ ജനിച്ച ഏത് വ്യക്തിയും അപാരമായ കർമ്മശേഷിയിൽ ഉയർന്നേക്കാം. ഏത് കുടുംബത്തിൽ ജനിച്ച ഏത് വ്യക്തിയും നല്ലൊരു സർവന്, നല്ലൊരു സേവന മനോഭാവമുള്ള വ്യക്തിയായി മാറിയേക്കാം. അപ്പൊ ജന്മം കൊണ്ടാണ് ഒരാളിൽ ബ്രാഹ്മണ്യം, ക്ഷത്രിയത്വം, ശൂദ്രത്വം, വൈശ്യത്വം എല്ലാം കൽപ്പിക്കപ്പെടുന്നത് എന്ന വേദം പറഞ്ഞ ആശയത്തെ സ്വീകരിക്കാൻ വേദാന്തികൾക്ക്, വേദാന്ത ദർശനത്തിന് വലിയ പ്രശ്നം വന്നു. കാരണം യുക്തിയോടെ നോക്കിക്കഴിഞ്ഞാൽ, വേദാന്തത്തിന്റെ യുക്തി വിചാരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും സ്വീകാര്യമല്ല.
ഒരാൾ ജന്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത്, ഒരാൾ ജന്മം കൊണ്ടാണ് ക്ഷത്രിയനാകുന്നത്, ഒരാൾ ജന്മം കൊണ്ടാണ് വൈശ്യനാകുന്നത്. അപ്പൊ വലിയൊരു സംഘർഷം, ഒരു ആത്മസംഘർഷം ഉണ്ടായി. അതേസമയം വേദം പറഞ്ഞതുകൊണ്ട് ഇതിനെ നിഷേധിക്കാനും വയ്യ. എന്തുകൊണ്ട്? വേദമാണ് വേദാന്തികൾക്ക് പരമപ്രധാനം. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ സമൂഹത്തിൽ ക്രമേണ മറ്റൊരു വാദം ഉടലെടുത്തു. ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ടാണ് വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. ഒരാൾ ഏത് കുടുംബത്തിലോ കുലത്തിലോ ഗോത്രത്തിലോ ജനിച്ചോട്ടെ, അയാളിൽ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണ്യവും ക്ഷത്രിയത്വവും കൽപ്പിക്കപ്പെടുന്നത് എന്ന രീതിയിൽ നവീന വേദാന്തികൾ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അതായത് അവർ പറയുന്നു 3 ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. എന്തൊക്കെയാണത്? സത്വം, രജസ്, തമസ്. 3 ഗുണങ്ങൾ. ഈ ഗുണങ്ങളുടെ അനുപാതത്തിലുള്ള മാറ്റം കാരണമാണ് ബ്രാഹ്മണ്യവും ക്ഷത്രിയത്വവും ഇത്യാദി വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഏറ്റവും ഉയർന്ന ഗുണമാണ് സത്വഗുണം, സാത്വികം. ആരിലാണോ സത്വഗുണം വർദ്ധിക്കുന്നത് ആ വ്യക്തിയെ ബ്രാഹ്മണൻ എന്ന് പറയാം. ആരിലാണോ രജോ ഗുണം വർദ്ധിക്കുന്നത്, രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കർമ്മശേഷി ഉണ്ടാകും, നേതൃത്വ ശേഷി ഉണ്ടാകും, ഒരു സംഘടനയെ നയിക്കാനുള്ള, ഒരു രാജ്യത്തെ ഭരിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടാകും. അപ്പൊ രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ക്ഷത്രിയൻ എന്ന് പറയാം. ഇനി ഈ സത്വത്തിന്റെയും രജസിന്റെയും മറ്റൊരു അനുപാതം കൊണ്ട് വൈശ്യഗുണം ഉണ്ടാകും. നല്ല ബിസിനസ് മൈൻഡുള്ള ആൾക്കാരുണ്ടാകും, നല്ല സർവീസ് മൈൻഡുള്ള ആൾക്കാരുണ്ടാകും. ഇങ്ങനെ ഗുണങ്ങളുടെ പരസ്പര അനുപാതത്തിലുള്ള മാറ്റം കൊണ്ടാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉണ്ടാകുന്നത്. അത് ജന്മം കൊണ്ടല്ല എന്ന് വേദാന്തികൾ സമർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും ചാതുർവർണ്ണത്തെ അവർ എതിർത്തിട്ടില്ല. ചാതുർവർണ്ണം ഉണ്ട്, ചാതുർവർണ്ണം സമൂഹത്തിലുണ്ട്. പക്ഷെ അത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണെന്ന് പറയുന്നു. അപ്പൊ 2 വാദങ്ങളാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ, ഭാരത സംസ്കാരത്തിൽ വന്നത്. ഒന്ന്, വേദം പറയുന്ന ജന്മം കൊണ്ട് തന്നെയാണ് ഒരാൾ ബ്രാഹ്മണനും ക്ഷത്രിയനും ആകുന്നത് എന്ന വാദം. ഇക്കാലത്ത് ജന്മം കൊണ്ടല്ല, ഗുണഘടനയ്ക്കനുസരിച്ച് കർമ്മത്തിനനുസരിച്ചാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും ആകുന്നത് എന്ന വേദാന്തികളുടെ വാദം. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും എവിടെയും കർമ്മം കൊണ്ട് ഒരാളും ബ്രാഹ്മണനായിട്ടില്ല. ആരെങ്കിലും ആയിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇയാൾ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ദ്രോണാചാര്യര് നമ്മുടെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനാണ്, വലിയ ഫൈറ്ററാണ്, അല്ലെ? വലിയ ഫൈറ്ററാണ്, വലിയ പോരാളിയാണ്, വലിയ എത്രയോ യുദ്ധങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ്. ഇപ്പൊ കർമ്മം നോക്കിക്കഴിഞ്ഞാൽ ദ്രോണാചാര്യർ ആരായി തീരണം? ക്ഷത്രിയനായിട്ട് തീരണം, അല്ലെ? ആയോധന അഭ്യാസിയാണ്. കാരണം ക്ഷാത്രവീരെന്ന് പറഞ്ഞ പോരാട്ടമാണ്, മുന്നിൽ നിന്ന് നയിക്കാനുള്ള കരുത്താണ്. ഇപ്പൊ കർമ്മം കൊണ്ട് നോക്കിയാൽ ക്ഷത്രിയനാണ് ദ്രോണാചാര്യർ. പക്ഷെ ഇവിടെയും ദ്രോണാചാര്യരെ ക്ഷത്രിയ എന്ന് പറഞ്ഞിട്ടില്ല. താൻ നിജോത്തമ. ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിന്റെ ശ്ലോകമാണ് ദ്രോണാചാര്യരെ അഭിസംബോധന ചെയ്യുകയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠാണ്. കർമ്മമാണ് നോക്കിയത്. കർമ്മം നോക്കിക്കഴിഞ്ഞാൽ ആരായിട്ട് മാറണം? ക്ഷത്രിയനായിട്ട് മാറണം. ഇനി നോക്കൂ, കോടാലി രാമൻ. എല്ലാവർക്കും അറിയാലോ കോടാലി രാമനെ. ആരാണ് കോടാലി രാമൻ? പരശുരാമൻ, അല്ലേ? പരശുരാമൻ കോടാലി. പരശുരാമന് കർമ്മം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആരായിട്ട് മാറണം? 21 തവണ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് സകല രാജവംശത്തെയും കൊന്നൊടുക്കി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ കർമ്മത്തെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, പോരാട്ട വീര്യം, യുദ്ധവീര്യം, ഇതിനെല്ലാം നിരീക്ഷിച്ചാൽ പരശുരാമൻ ആരാണ്? ഒന്നാമതരം ഒരു ക്ഷത്രിയനാണ്. ഒരിക്കല് രാമായണത്തിൽ പറയുന്നു, നമ്മുടെ രാമചരിത മാനസത്തില് രാമനും സീതയും വിവാഹം കഴിഞ്ഞ് തിരിച്ച് മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലേക്ക് പോകുമ്പോൾ രാമൻ സീതയെ വിവാഹം കഴിച്ചത് ശൈവശാപം അത് ഖണ്ഡിച്ചിട്ടായിരുന്നു. ശൈവശാപം ആർക്കും ഖണ്ഡിക്കാൻ സാധിക്കില്ല. അതിനെ കുലച്ചു. അങ്ങനെയാണ് സീതയെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിവന്റെ ഏറ്റവും വലിയ ഭക്തനാണ് പരശുരാമൻ. അപ്പം തന്റെ മൂർത്തിയായ വാസനാമൂർത്തിയായ ഭഗവാന്റെ വില്ലൊടിച്ച് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു പരശുരാമൻ. ഉടനെ ഇവരുടെ വിവാഹ ഘോഷയാത്ര നടക്കുമ്പോൾ പരശുരാമൻ ഇവരുടെ മുമ്പേ വന്ന് വഴി തടസ്സപ്പെടുത്തി യുദ്ധത്തിന് വെല്ലുവിളിച്ചു.
രാമനെയും ലക്ഷ്മണനെയും. രാമചരിത മാനസത്തിൽ ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൽ ലക്ഷ്മണൻ ആവർത്തിച്ച് പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലയോ വിപ്ര, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലയോ ദ്വിജ, അങ്ങ് ക്ഷമിച്ചാലും. കർമ്മം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ മഹാപരാക്രമിയായ പരശുരാമൻ അദ്ദേഹത്തിന്റെ കർമ്മത്തെ എല്ലാം നോക്കി ബ്രാഹ്മണ്യങ്ങൾക്ക് ക്ഷത്രിയത്വം കൽപ്പിച്ചത്, മറിച്ച് ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണ്. അതുകൊണ്ട് കർമ്മം എന്തു ആയിക്കൊള്ളട്ടെ, ഒരു കള്ളനോ ഒരു കൊലപാതകം എന്തു ആയിക്കൊള്ളട്ടെ, അയാൾ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണെങ്കിൽ അയാൾ ബ്രാഹ്മണൻ എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇക്കാലം വരെ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. അതിനൊരു അപവാദം എവിടെയുമില്ല. ഞാൻ പറഞ്ഞുതരാം, രാമായണ യുദ്ധം. ആ രാമായണ യുദ്ധത്തില് രാവണനെ പരാജയപ്പെടുത്തി ആര്? രാമൻ. അപ്പൊ നമ്മുടെ പുരാണങ്ങളുടെ മാനം അനുസരിച്ച്, ഈ പുരാണങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് രാവണൻ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷെ കർമ്മം നോക്കിക്കഴിഞ്ഞാലോ അന്യന്റെ ഭാര്യമാരെ അപഹരിക്കുക, സഹോദരന്മാരുടെ സ്വത്ത് അപഹരിക്കുക, അക്രമം നടത്തുക, അധർമ്മം നടത്തുക, സ്വന്തം സഹോദരനെ അടി ഓടിക്കുക. കർമ്മം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബ്രാഹ്മണനാണോ? ബ്രാഹ്മണ്യമുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. കർമ്മത്തിൽ മഹാ അസുരനേക്കാൾ കഷ്ടമായ കർമ്മം. അങ്ങനെയുള്ള രാവണൻ യുദ്ധത്തിൽ മരിച്ചപ്പോൾ രാമൻ എന്ത് ചെയ്തു? ബ്രഹ്മഹത്യാ പാപം ചെയ്തതിന്റെ പശ്ചാത്താപ കർമ്മം ചെയ്തു. എന്താണ് ബ്രഹ്മഹത്യാ പാപം? ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബ്രാഹ്മണനെ കൊന്നു കഴിഞ്ഞാൽ വന്നു ചേരുന്ന പാപം. ബ്രഹ്മഹത്യാ പാപത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥം, ഒരു ബ്രാഹ്മണൻ നാം വധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മഹത്യാ പാപം ചെയ്യും. അപ്പൊ രാമന്റെ ദൃഷ്ടിയിൽ രാവണൻ ആരായിരുന്നു? കർമ്മത്തിലാണ് നോക്കിയത്, അല്ല ജന്മം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനാണ്. അങ്ങനെ ജന്മം കൊണ്ട് തന്നെയാണ് ബ്രാഹ്മണ്യം ഭാരതത്തിൽ ഇന്നേ വരെ കൽപ്പിച്ചത്. ശബരിമലയിൽ ഞാൻ കർമ്മം കൊണ്ടൊരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു പോയാൽ നമുക്ക് പൂജ ചെയ്യാൻ അധികാരമുണ്ടാവില്ല. ഏതെങ്കിലും വലിയൊരു ഇല്ലത്ത് പോയിട്ട് ഞാൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണ്, അങ്ങനെ മകളെ എനിക്ക് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പൊ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെന്ന വാദം വളരെ ദുർബലമാണ്, എവിടെയും സ്വീകരിക്കപ്പെട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വാദം വന്നത്? ഈ ചാതുർവർണ്ണയത്തെ ഒന്ന് വെള്ളം പൂശാൻ വേണ്ടിയായിരുന്നു. കാരണം വേദാന്തത്തിന്റെ വിചാരത്തിൽ ചാതുർവർണ്ണയം അങ്ങേയറ്റം തെറ്റാണെന്ന് വേദാന്തത്തിന്റെ വിചാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ കൂടി വേദം പറഞ്ഞതാണ്, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ രൂഢമൂലമായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ തള്ളി പറയാൻ വയ്യ. അതുകൊണ്ട് ചെറുതായ വെള്ളപൂശൽ മാത്രമാണ് കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം. ഗുരുവിനെ സംബന്ധിച്ച് ഗുരു ജാതിയെ ജന്മം കൊണ്ടും അംഗീകരിക്കുന്നില്ല, കർമ്മം കൊണ്ടും അംഗീകരിക്കുന്നില്ല. കാരണം നമ്മുടെ ചില പ്രഭാഷകരൊക്കെ വളരെ ആവേശത്തോടുകൂടി പറയും, ജന്മം കൊണ്ടല്ല ജാതി, കർമ്മം കൊണ്ടാണ് ജാതി. ജന്മം കൊണ്ടും ജാതിയില്ല എന്ന് ഗുരു പറയുന്നു, കർമ്മം കൊണ്ടും ജാതിയില്ല. കാരണം കർമ്മം കൊണ്ട് ജാതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന തത്വമായിട്ട് ഇവർ പറയുന്നത്, നേരത്തെ പറഞ്ഞു, സത്വം, രജസ്, തമസ് ഇവയുടെ അനുപാതം, അതിലുള്ള മാറ്റം. ഇപ്പൊ ചോദിക്കട്ടെ, ഒരാള് ആ വ്യക്തി എല്ലാ കാലത്തും സാത്വികനായിരിക്കും, എല്ലാ കാലത്തും ആ വ്യക്തിയിൽ സത്വഗുണം മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് പറയാൻ സാധിക്കുമോ? ആ വ്യക്തി നല്ല കർമ്മം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ രജോ ഗുണം വർദ്ധിക്കും. ഒരു വ്യക്തി രാവിലെ പ്രഭാഷണത്തിന് പോയി, പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ആരാണ്? ബ്രാഹ്മണനാണ്, കാരണം സാത്വിക ഗുണം കൂടി. ഇനി ഒരു വ്യക്തി പ്രഭാഷണം കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോയി, ഡ്രൈവ് ചെയ്യണമെങ്കിൽ രജോ ഗുണം വേണം. അപ്പോൾ ആ വ്യക്തി ആരായിട്ട് മാറി? ക്ഷത്രിയനായിട്ട് മാറി. നമുക്ക് നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? തമസ് വേണം. തമോ ഗുണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ സാധിക്കും. തമസിന്റെ ഫലമാണ് നിദ്ര, ആലസ്യം. അതേ വ്യക്തി തന്നെ രാവിലെ ബ്രാഹ്മണനാകുന്നു, ഉച്ചയ്ക്ക് ക്ഷത്രിയനാകുന്നു, വൈകിട്ട് ശൂദ്രനാകുന്നു. ഗുണങ്ങളുടെ ആധാരം നോക്കിയാൽ ഒരു വ്യക്തിയും എല്ലാ കാലത്തും സത്വഗുണം മാത്രം ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്നതിന്റെ അടിസ്ഥാന തത്വവും അവിടെ ചിന്തിക്കപ്പെട്ടു. അപ്പൊ ഗുരുവിന്റെ ദർശനത്തിൽ കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യമില്ല, ജന്മം കൊണ്ടും ബ്രാഹ്മണ്യമില്ല. കർമ്മം കൊണ്ടും ജാതിയില്ല, ജന്മം കൊണ്ടും ജാതിയില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ ജാതിയെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഗുരു പറയുകയാണ്, യഥാ ഗോത്വം ഗവ മനുഷ്യാണ മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവ. അതായത് ഇവിടെ ഗുരു പറയുന്നത്, എങ്ങനെയാണോ പശുക്കൾക്ക് പശുത്വം ഒരു ജാതിയാകുന്നത്,
അതേപോലെ തന്നെ മനുഷ്യർക്ക് നാം ജാതിയെ കൽപ്പിക്കുകയാണെങ്കിൽ മനുഷ്യത്വമാണ് ജാതി എന്ന് പറയുന്നത്. ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സംസ്കൃത ഭാഷയിൽ എഴുതിയ ശ്ലോകമാണ്. അപ്പൊ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മലയാളത്തിലല്ലോ നല്ലൊരു മനുഷ്യത്വമുള്ള വ്യക്തിയാണ്. ആ മനുഷ്യത്വമല്ല, ഒരു സ്പീഷീസിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ത്വ തല് എന്ന രണ്ട് പ്രത്യയങ്ങൾ സംസ്കൃതത്തിലുണ്ട്. തസ്യ ഭാവത്വ തലോ എന്നൊരു വ്യാകരണ സൂത്രം. ഒരു സ്പീഷീസിന്, ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ സൂചിപ്പിക്കുവാൻ വേണ്ടി എന്ത് പറയുന്നു? ത്വ എന്നൊരു പ്രത്യയം ചേർക്കുന്നു, മനുഷ്യത്വം. ഇപ്പൊ സംസ്കൃതത്തില് മനുഷ്യത്വം എന്ന വാക്ക് കിട്ടി കഴിഞ്ഞാൽ മനസ്സിലാക്കാം മനുഷ്യ വർഗം, ഒരു സ്പീഷീസ്. ഇനി നോക്കൂ, പശുക്കൾക്ക് പശു എന്നുള്ള വാക്കിന്റെ കൂടെ അല്ലെങ്കിൽ ഗോ എന്നുള്ള വാക്കിന്റെ കൂടെ ത്വ എന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ ഗോത്വം. ഇവിടെ ജാതിയായിട്ട് പറയുന്നത് എന്തിനെയാണ് ജാതിയായിട്ട് പറയുന്നത്? ആ സ്പീഷീസിനെയാണ്, ആ വർഗത്തെയാണ്. അപ്പൊ ഇതിൽ വലിയൊരു ആശയമുണ്ട്, വലിയൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം വേദാന്തികൾ പറയുന്നു ഇവിടെ ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഭിന്നതകളില്ല. ഏകമേവ അദ്വിതീയ ബ്രഹ്മ എന്ന് പറയുന്നു. അപ്പൊ ഈശ്വരൻ ഒന്നാണ്, രണ്ടാമതില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വ്യവഹാരം എങ്ങനെ സാധിക്കും? വ്യവഹാരം നമുക്ക് ഭിന്നത കാണുന്നില്ല. അപ്പൊ വ്യവഹാരം എങ്ങനെ സാധിക്കും ചോദിച്ചാൽ നമ്മൾ പറയുന്നു വ്യവഹാര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ ഭിന്നതകൾ നമ്മൾ കാണേണ്ടത്. വ്യവഹാര തലത്തിൽ ഈ ഭിന്നതകൾ ഉണ്ട്. വ്യവഹാര തലത്തിൽ ഭിന്നതകൾ ഇല്ലെങ്കിൽ നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പാരമാർത്ഥികമായ ഒരു ഈശ്വര സത്യം ഏകമായിട്ടുണ്ട്, വ്യവഹാര തലത്തിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട്. അപ്പൊ ഗുരുദേവനും ഇതേ ആശയത്തെ സമർത്ഥിക്കുന്നു. ഗുരുദേവൻ പറയുന്ന സർവം ഹി സച്ചിദാനന്ദം മേഘനാനാസ്തി കിഞ്ചന. ഒരേ ഒരു സച്ചിദാനന്ദ വസ്തു മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. സച്ചിദാനന്ദമായിരിക്കുന്ന ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ വ്യവഹാരത്തിൽ നമ്മൾ എങ്ങനെ ഭിന്നത കാണണം? വ്യവഹാരത്തിൽ അഥവാ ഭിന്നത കാണുന്നുണ്ടെങ്കിൽ അത് സ്പീഷീസിന്റെ അടിസ്ഥാനത്തിൽ കാണും, അല്ലേ? മനുഷ്യജാതി, പശുജാതി, അതേപോലെ സ്പീഷീസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത് വളരെ ശാസ്ത്രീയമായ ജൈവികമായ ഒരു ഭിന്നതയാണ്. അല്ലാതെ വ്യവഹാരത്തിന്റെ വ്യാവഹാരിക ദൃഷ്ടിയിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നതിനു പകരം നിങ്ങൾക്ക് വ്യവഹാരത്തിൽ ഭിന്നതകളെ കാണണമെന്നുണ്ടെങ്കിൽ അത് കേവലം സ്പീഷീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ ഭിന്നതയുള്ളൂ. അല്ലാത്തൊരു ഭിന്നതയുള്ളൂ. നമ്മൾ നോക്കൂ, സിംഹജാതി, കുരങ്ങ് ജാതി, മനുഷ്യജാതി, അങ്ങനെ ഓരോന്നും സ്പീഷീസ് ആയിട്ടല്ലേ ഇവിടെ വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. ആ സ്പീഷീസിനെ കാണും. അപ്പൊ ഗുരുദേവന്റെ അഭിപ്രായത്തിൽ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗമാണ്, സ്പീഷീസാണ്. മനുഷ്യരെല്ലാവരും ഒരേ ഒരു ജീവി വർഗമാണെന്ന് ഗുരു പറയുന്നു, അല്ലെ? മനുഷ്യരെല്ലാം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി വർഗമാണ്. അത് എപ്രകാരമാണ്? ഗോത്വം ഗവാമ്യത. പശുക്കൾക്ക് എങ്ങനെയാണോ പശുത്വം ജാതിയായിരിക്കുന്നത്, അതേപോലെ മനുഷ്യന് മനുഷ്യത്വം ജാതിയാണ്. അടുത്ത വരി നോക്കൂ, ന ബ്രാഹ്മണാദി അസേവം. ഇവിടെ ബ്രാഹ്മണാദി ഭേദങ്ങൾ ഇല്ല തന്നെ. ഈ ബ്രാഹ്മണാദി ഭേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണാദി ഭേദങ്ങളുമില്ല, കർമ്മം കൊണ്ടുള്ള ബ്രാഹ്മണാദി ഭേദങ്ങളുമില്ല. ഹാ തത്വം വേദി കോപിനഃ. ഈ തത്വമാകട്ടെ ആരും തന്നെ അറിയുന്നില്ല. ഈ ആരും തന്നെ ഈ തത്വം അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിലെ ഒരു ദാർശനികനും ഒരു ഫിലോസഫറും ഏറ്റവും ഉയർന്ന ആത്മീയ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ പോലും അവർ ഒന്നുകിൽ ജന്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ ജന്മമോ കർമ്മമോ കൊണ്ട് ബ്രാഹ്മണ്യമില്ല. ഇവിടെ ജാതി ഉണ്ടെങ്കിൽ ആ ജാതി എന്ന് പറയുന്നത് സ്പീഷീസിന്റെ ജീവി വർഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജാതീയത മാത്രമേ ഉള്ളൂ എന്നാണ് ഗുരു പറയുന്നത്. നമ്മൾ മുന്നോട്ട് നമ്മൾ പിന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആചാര്യൻ ഈ രീതിയിൽ ജാതിയെ നിർണയിച്ചിരിക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആചാര്യൻ, ഏതെങ്കിലും ഒരു ശ്ലോകം, ആർക്കോണെങ്കിൽ പറയാം, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ രീതിയിൽ ജാതിയെ നിർണയിച്ചിരിക്കുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ആചാര്യന്മാരും എല്ലാ സന്യാസിമാരും എല്ലാ ഫിലോസഫറും ഒന്നുകിൽ ജന്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന ചാതുർവർണ്ണ്യവാദത്തെ അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി നവോത്ഥാനത്തിന്റെ വക്താക്കളായിട്ട് മക്കളെ ജന്മം കൊണ്ടൊന്നല്ല നമ്മുടെ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് മേഖലയിലല്ലാതെ ജാതിയെ ആരും തന്നെ നിർണയിച്ചിട്ടില്ല. ഈ രണ്ടു മേഖലയിൽ നിന്ന് വ്യതിരിക്തമായി ഒരു ജീവി വർഗം എന്ന രീതിയിൽ മാത്രമേ ജാതിയുള്ളൂ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ഹാ തത്വം വേത്തി കോപിനഃ. അല്ലയോ, അത്ഭുതകരമാണ് ഈ ഒരു തത്വം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യന് ജാതിയില്ല. ഒരു ജീവി വർഗം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യന് ജാതിയുള്ളൂ എന്ന ആ തത്വം ആരും തന്നെ അറിയുന്നില്ല. ഈ കോപിനഃ എന്ന വാക്ക് നോക്കൂ, കഹ എന്ന വാക്ക്, കഹ അഭിന. കഹ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തില് ആരും തന്നെ കഹ. ഈ സംസ്കൃതത്തിൽ കഹ എന്നുള്ള വാക്കിന് ബ്രഹ്മാവ് എന്ന അർത്ഥമുണ്ട്. തസ്മൈ ദേവായ ഹവിഷോ വിധേമ. ഒരു വേദമന്ത്രാണ്. കകാരമാകുന്ന ദേവന് ഞാൻ ഹവിസ് കൊടുക്കുന്നു. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഈ ചാതുർവർണ്ണത്തെ സൃഷ്ടമാക്കിയ ആ വേദം ഉദ്ഭവിച്ച സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ഈ തത്വം അറിയില്ല എന്ന് ഗുരു അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എത്ര വലിയ മാനവിക ദർശനമാണ് ഗുരുദേവൻ നൽകിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിന്റെ ആശയ ചുരുക്കം, രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. ജന്മം കൊണ്ട് ബ്രാഹ്മണാദി വർണ്ണങ്ങളില്ല, കർമ്മം കൊണ്ടും ബ്രാഹ്മണാദി വർണ്ണങ്ങളിലില്ല. മനുഷ്യന് ജാതി എന്നുള്ളത് സ്പീഷീസിന്റെ, ഒരു ജീവി വർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി ഉള്ളത്. ആശയം വ്യക്തമായതോ? ഇത്രയേ ഉള്ളൂ ഒന്നാം ശ്ലോകത്തിന്റെ താല്പര്യം. പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും വാക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ആശയം വ്യക്തമായില്ലെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഒരു ഭാഷാ ശൈലി നിങ്ങൾക്കത് എത്രത്തോളം ഗ്രാഹ്യമാകുന്നത് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കാം. ഈ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന ഒരു പോയിന്റ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയെങ്കിലേ, അല്ലെങ്കിൽ ആ വാക്ക് വ്യക്തമായില്ല, നീ ചോദിക്കാൻ ചോദിക്കും. ഒരു പഠന ക്ലാസ് ആയതുകൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ആശയം സ്പഷ്ടമാണല്ലോ അല്ലേ? ഓരോ ജീവി വർഗത്തിനും ആ ജീവി വർഗത്തെയാണ് ജാതി എന്ന് ഗുരു പറയുന്നത്. പൂച്ചകൾ ഒരു ജാതി, പട്ടികൾ ഒരു ജാതി, മനുഷ്യർ ഒരു ജാതി. അതുകൊണ്ടാണ് ദൃഷ്ടാന്തമായിട്ട് ഗോത്വം ഗവാം യഥ. ഗവാം എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക്, പശുക്കളിൽ എപ്രകാരമാണോ പശുത്വം ഒരു ജാതിയായിട്ടുള്ളത്, അപ്രകാരം മനുഷ്യനിൽ മനുഷ്യത്വം ഒരു ജാതിയായിരിക്കും. മനുഷ്യത്വം പറഞ്ഞാൽ മനുഷ്യവർഗത്തിലെ ഒരു മനുഷ്യനാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവരും നമ്മുടെ ജാതിക്കാരല്ലേ. ലോകത്തിലെ സകല മനുഷ്യരും ആരാണ്? മനുഷ്യവർഗം എന്ന ജാതിയിൽ പെടുന്ന ആളാണ്. ഈ തത്വം പ്രാചീന കാലം മുതൽ ഇന്ന് വരെ തന്നെ ആരും അറിയുന്നില്ല. ആരും അറിയുന്നില്ല എന്ന് പറയാൻ കാരണം എല്ലാവരും ചാതുർവർണ്ണത്തെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ട്. ഈ രണ്ടെണ്ണത്തിനെ മാറ്റി ഇപ്രകാരം ഒരു ജാതിയെ നിർണയിച്ചത് സ്വാമി തൃപ്പാദകൻ മാത്രമാണ്. ഇനി അടുത്ത ശ്ലോകം, ഞാൻ ഈ സമയത്തിന്റെ പരിമിതി കാരണം ചുരുക്കിയാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കൂ. അടുത്ത ശ്ലോകത്തിൽ സ്വാമി തൃപ്പാദകൾ അവിടുത്തെ സമന്വയ ദർശനത്തെ പറഞ്ഞിരിക്കുകയാണ്. ഗുരുവിന്റെ ദർശനത്തിന്റെ ഏറ്റവും മൗലികമായ അടിത്തറകൾ ഒന്ന് അനുകമ്പയാണ്, രണ്ട് സമന്വയമാണ്. എന്താണ് സമന്വയം? സമന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ ഇവിടെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, വിഭിന്നതകൾ കാണാൻ കഴിയും. വ്യക്തികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ഇല്ലേ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ സ്വഭാവക്കാരാണ് അല്ല. ജാതികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. നിലവിൽ നിൽക്കുന്ന നമ്മുടെ ജാതി സമ്പ്രദായത്തെ എടുത്തു കഴിഞ്ഞാലും അവരുടെ ആചാര വിചാരങ്ങളിലും സാമൂഹ്യ ജീവിത രീതിയിലും ഓരോന്നിനും വൈരുദ്ധ്യങ്ങളുണ്ട്. മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറ്റവും വലിയ വൈരുദ്ധ്യമുള്ള മതങ്ങൾ തമ്മിലാണ്, മൊത്തം വൈരുദ്ധ്യമാണ്. ദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയാണോ ഹിമാചൽ പ്രദേശ്? ഓരോ ദേശങ്ങളും തമ്മിൽ അവരുടെ കാലാവസ്ഥ, അതിന്റെ സാഹചര്യം തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. മനുഷ്യന്റെ ജീവിത രീതി, ഭാഷ, ഇനി കുറച്ചും കൂടി വിശാലമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ മൊത്തം വൈരുദ്ധ്യങ്ങളെ ഉള്ളൂ. ഈ വൈരുദ്ധ്യങ്ങളെയെല്ലാം എങ്ങനെ സമന്വയിപ്പിക്കാം, എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ് ലോകത്തിൽ ഉദയം കൊണ്ട ഓരോ ദാർശനികനും ചിന്തിച്ചത്. കാരണം വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ നമുക്ക് ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടും. ശാന്തമായ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ
എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഇല്ലാതാക്കി ഒറ്റൊന്നിനെ മാത്രം സ്ഥാപിക്കാനും കഴിയില്ല. ഇത് ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു, ഒരു മതമാക്കുവതിൽ ഉറപ്പത് എല്ലാവരും എന്ന് പറഞ്ഞു. ഒരു മതമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, അത് സാധിക്കില്ല. പൊരുത് ചെയ്യിപ്പത് അസാധ്യം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയും വേണം. ആ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ഒരു സമന്വയം, ആ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ഒരു ഏകത്വ ഭാവത്തിൽ മുന്നോട്ട് പോവുകയും വേണം. എങ്കിലേ ലോകത്തിന് സമാധാനം ഉണ്ടാകും. ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കാൻ വേണ്ടി ലോകത്തിലെ പല ദാർശനികരും പല പ്രവാചകന്മാരും അവരുടേതായ ദർശനത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചില മത ആചാര്യന്മാര് വൈരുദ്ധ്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വളരെ വിചിത്രമായ ചില കാഴ്ചപ്പാട് വെച്ചു. അവര് പറഞ്ഞു, എന്റെ മതം മാത്രം ശരി, എന്റേതല്ലാത്ത മറ്റെല്ലാ മതങ്ങളെയും ഇല്ലാതാക്കും, അപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കും, അല്ലേ? എല്ലാവരും ഒരേ വിശ്വാസത്തിലേക്ക് വന്നു. ഇനി ചില ആളുകൾ, നമുക്ക് കേരളീയർക്ക് പരിചയമായതുകൊണ്ട് ഒരു ചെറിയ അല്പം കട്ടിയാണെങ്കിൽ കൂടിയും ഒരു ചെറിയ ആശയം പറയുന്നു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫിലോസഫറാണ്, തത്വചിന്തകനാണ് കാറൽ മാർക്സ്, അല്ലേ? കേരളീയർക്ക് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാറൽ മാർക്സ് ഒരു സമന്വയ ദർശനത്തെ അവതരിപ്പിച്ചു. മനോഹരമാണ്. അതിന്റെ പേരാണ് ഡയലക്റ്റിക്, എന്താണ് പറയും, അല്ലെങ്കിൽ പറയും ഡയലക്റ്റിക് മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയും. അവിടെ മാർക്സ് പറയുന്നു, മനുഷ്യരിൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാം, തൊഴിലാളി മുതലാളി. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെയും എങ്ങനെ ഇല്ലാതാക്കാം? അതിനൊരു പ്രായോഗിക നിർദ്ദേശം പറയുന്നു. എല്ലാ തൊഴിലാളികളും, സർവ്വരാജ്യ തൊഴിലാളികളും സംഘടിക്കുക, സംഘടിച്ച് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടുവരിക. അങ്ങനെ തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടുവന്ന് കുറച്ചു കാലം അടിസ്ഥാന വർഗാധിപത്യം ഉണ്ടാകും. അത് കഴിഞ്ഞ് തൊഴിലാളി മുതലാളി എന്ന ഭേദങ്ങളില്ലാതെ മനുഷ്യരെല്ലാവരും വിഭവങ്ങൾ തുല്യമായി പങ്കിടുന്ന ഒരു ലോകമുണ്ടാകും, സമത്വസുന്ദരമാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യനെ കൽപ്പിക്കപ്പെട്ട വൈരുദ്ധ്യങ്ങൾ ഇല്ലായ്മ ചെയ്യും. അപ്പൊ എത്ര ഭൗതികമായ ദർശനമായി കൊള്ളട്ടെ, ആധ്യാത്മികമായ ദർശനമായി കൊള്ളട്ടെ, മതപരമായ ദർശനമായി കൊള്ളട്ടെ, ഇവയെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം. അപ്പൊ വൈരുദ്ധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ആ വാക്കിന്റെ പേരാണ്, ആ ദർശനത്തിന്റെ പേരാണ് സമന്വയ ദർശനം. അപ്പൊ സ്വാമി തൃപ്പാദങ്ങൾ മനോഹരമായ ഒരു സമന്വയ ദർശനത്തെ ഈ ലോകം മുമ്പാകെ അവതരിപ്പിച്ചു. ആ സമന്വയ ദർശനത്തിന്റെ പേരാണ് ഏകജാതി ദർശനം, ഏക മതദർശനം, ഏക ദൈവ ദർശനം. അപ്പൊ ഗുരുവിന്റെ ആ സമന്വയ ദർശനമാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കൂ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പറയുന്നു. ഇതിൽ മനുഷ്യന് എന്ന വാക്കിനോട് ചേർത്ത് ബാക്കിയെല്ലാം പറയണം. എങ്ങനെ പറയണം? ഒരു ജാതി മനുഷ്യന്, ഒരു മതം മനുഷ്യന്, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരു ഉദ്ഭവസ്ഥാനം മനുഷ്യന്, ഒരു ആകാരം മനുഷ്യന്, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് ഗുരു പറയുന്നു. ഇത് ഗുരുവിന്റെ സമന്വയ ദർശനമാണ്. ഈ സമന്വയ ദർശനത്തിൽ ആദ്യമായിട്ട് ഗുരു പറയുന്നത് ഏകജാതി ദർശനമാണ്. ആ ഏകജാതി ദർശനമാണ് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. നമുക്ക് ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാൻ സാധിക്കുമോ? നിലവിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായത്തിനനുസരിച്ച് ഈ ലോകത്തുള്ള എല്ലാവരും ബ്രാഹ്മണനാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ ലോകത്തിലുള്ള എല്ലാവരും ക്ഷത്രിയനാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഈഴവനാണ്, നായനാണ്, നമ്പൂതിരിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിൽ മുഴുവൻ മനുഷ്യരാശിയും ചേർക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി ബാഹ്യമായ ജൈവികമായ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവരും ഉയരം കൂടിയവരാണ് എന്ന് പറയാൻ സാധിക്കും. എല്ലാ മനുഷ്യരും ഉയരം കൂടിയവരാണ്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യവർഗത്തെയും നമുക്ക് ചേർക്കാൻ സാധിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യവർഗത്തെയും ചേർത്താൽ മാത്രമേ അതിനെ സമന്വയം എന്ന് പറയാൻ സാധിക്കൂ. ആ പൊതു മാനദണ്ഡം എന്താണ്? പറയുന്നു, എല്ലാ മഞ്ഞ നിറമുള്ള ആളുകളും മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമില്ലാത്ത ആൾക്കാരുണ്ട്. എല്ലാ ചുവപ്പ് നിറമുള്ള ആൾക്കാർ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ നാം ഏത് പൊതു മാനദണ്ഡത്തിൽ മനുഷ്യവർഗത്തെ ആകെ സമന്വയിപ്പിക്കും? അവിടെയാണ് ഗുരു നേരത്തെ പറഞ്ഞു.
എന്ന് പറഞ്ഞു മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാമ്യത. ഒരു ജീവി വർഗം എന്ന രീതിയിൽ നമുക്ക് എല്ലാ മനുഷ്യരെയും ഒരു ജാതിയിൽ ഉൾക്കൊള്ളിക്കാം അല്ലെ. മനുഷ്യത്വം, മനുഷ്യൻ എന്ന ജീവി വർഗത്തെ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ആഫ്രിക്കയിലുള്ള മനുഷ്യനും ആരാണ്? മനുഷ്യനാണ്. ഉയർന്നവനും മനുഷ്യനാണ്, കുറിയവനും മനുഷ്യനാണ്, ഏത് വർഗവർണ്ണ നിറമുള്ള ആളും മനുഷ്യനാണ്. നിലവിൽ നിലനിൽക്കുന്ന എല്ലാ ജാതി സമ്പ്രദായ വർഗവർണ്ണ രാഷ്ട്രീയ മതവിശ്വാസങ്ങളിൽപ്പെട്ട എല്ലാവരും തന്നെ ഒരു ജീവി വർഗം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാം. അപ്പൊ ഗുരുവിന്റെ ജാതി നോക്കി ഇത്ര സ്പഷ്ടമായിട്ട്, ഇത്ര ഗംഭീരമായി, സംശയമില്ലാത്ത രീതിയിൽ ഗുരുദേവൻ ജാതിയെ നിർണയിച്ചിരിക്കുകയാണ് ഏകജാതി ദർശനത്തിലൂടെ. ഒരു ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി വർഗം എന്ന രീതിയിൽ മനുഷ്യരെല്ലാവരും ഒറ്റ ജാതിയാണ്. ഇനി അടുത്തതാണ് ഒരു മതം. ഈ ഒരു മതം എന്നുള്ള കൺസെപ്റ്റ് അത് വലിയ ചിന്താ വിഷയമായ ഒരു കൺസെപ്റ്റാണ്. ഒരു മതം, ഈ ലോകത്തിലുള്ള എല്ലാവരും ഹിന്ദു മതമാണ്, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ഏതെങ്കിലും പ്രത്യേക മതമാണ് എന്നാണോ ഗുരുദേവൻ ഒരു മതം എന്ന വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്? ഗുരുവിന്റെ മതസമന്വയ ദർശനം നമ്മൾ പഠിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് റെഫറൻസ് ചെയ്യാം. 3 കാര്യങ്ങൾ പഠിക്കാം. അതിൽ ഒന്നാമത്തതാണ് ആലുവ അദ്വൈതാശ്രമത്തില് 1924 ഒരു സർവമത സമ്മേളനം നടന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും പറയാം. അതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സർവമത സമ്മേളനത്തില് സ്വാഗത പ്രസംഗം നടത്തിയത് ഗുരുവിന്റെ ശിഷ്യോത്തമനായ സത്യവ്രത സ്വാമികളാണ്. സത്യവ്രത സ്വാമികളുടെ ഗംഭീരമായ ആ സ്വാഗത പ്രസംഗം ഇന്നും നമുക്ക് കിട്ടാറുണ്ട്. എവിടെ കിട്ടാറുണ്ട്? അത് ചില പുസ്തകങ്ങളിൽ ആ സ്വാഗത പ്രസംഗം അനുബന്ധമായി ചേർന്നു. അപ്പൊ ആ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. ഒന്നാമത് പോയിന്റ്, ഈ ഒരു മതം എന്ന ഗുരുവിന്റെ മതസമന്വയ ദർശനം. അത് പഠിക്കാനുള്ള ഒന്നാമത്തെ റെഫറൻസ് ആണ് സത്യവ്രത സ്വാമികളുടെ സ്വാഗത പ്രസംഗം. രണ്ടാമതാണ് സി വി കുഞ്ഞിരാമൻ, മഹാനായ സി വി കുഞ്ഞിരാമൻ സ്വാമി തൃപ്പാദങ്ങളും പലതവണ പല സന്ദർഭങ്ങളിലായി മതവിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ സി വി കുഞ്ഞിരാമൻ സ്വാമികളുടെ അനുമതിയോട് കൂടി ആ ചർച്ചകളെല്ലാം ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകവും നമുക്കിന്ന് ലഭിക്കാറുണ്ട്. സ്വാമി തൃപ്പാദങ്ങളും സി വി കുഞ്ഞിരാമനും മതവിഷയങ്ങൾ തമ്മിൽ നടത്തിയ ഗഹനമായ ചർച്ച, അതും നമ്മൾ നന്നായിട്ട് പഠിക്കുക. മൂന്നാമത്തെ പോയിന്റാണ് ആത്മോപദേശ ശതകം എന്ന ഗുരുവിന്റെ കൃതിയില് മതമീമാംസ ശ്ലോകങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. പരമസാരവും ഏകമെന്ന് പാരാ ഗുരുവിൽ തുടങ്ങിയ 4 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങൾ മതമീമാംസ ശ്ലോകം എന്ന് പറയുന്നത്. ഈ 3 കാര്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മതം, ഗുരുവിന്റെ ഒരു മതം എന്ന ആശയം നമുക്ക് വ്യക്തമായി ലഭിക്കും. അപ്പൊ അതിന്റെ രക്തചുരുക്കം ഇപ്രകാരമാണ്. ഗുരു പറയുന്നു, ഒരു മതമാകുവതിൽ മുരപ്പതെല്ലാവരും, ഇത് വാദികളാരും ഓർക്കുകയില്ല. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം ഇന്ന ശേഷം. ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും അവരുടെ പ്രവർത്തനം നമ്മൾ ഇന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ കാണാത്ത ഒരു സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തെ ആരും കണ്ടില്ല, പക്ഷെ കാണാത്ത ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ട് കാണുന്ന ഭൂമിയെ നരകമാക്കിയിരുന്നു അല്ലേ. നമ്മുടെ മുമ്പില് മനോഹരമായ ഭൂമി, ഭാവിയിൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് പരസ്പരം കലഹിച്ച് ഈ ഭൂമിയെ നരകതുല്യമാക്കുന്നു. ഒരു മതം ആകുവതിന് ഉറപ്പതല്ല. എന്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം. എന്റെ മതത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, എന്ന ദർശനം പ്രത്യശാസ്ത്രമായിരിക്കുന്ന ഒരു മത അവലംബിക്ക് എങ്ങനെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയും? നമ്മൾ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ എത്ര വലിയ ഉന്നതിയിലായി കഴിഞ്ഞാലും ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ആരാണ്? അവിശ്വാസിയാണ്, അല്ലെങ്കിൽ ഭാവിയിൽ നരകത്തിൽ പതിക്കാൻ പോകുന്നതാണ്. എന്തുകൊണ്ട്? ബാഹ്യമായ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി നാടകങ്ങളൊക്കെ പ്രയോഗിക്കുമെങ്കിലും അവന്റെ ഉള്ളിനുള്ളിൽ ഒരു മതം, ഞാൻ പറയുന്നില്ല, സ്വാമി തൃപ്പാദങ്ങള് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ദീർഘവീക്ഷണം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഒരു മതം
ആകുവതിന് ഉരപ്പതെല്ലാവരും. ഉരപ്പത് എന്റെ മതം മാത്രമാണ് ശരി, ഇതിലൂടെയേ ജീവിതത്തിന്റെ ആത്യന്തികമായ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് പറയുന്ന ആരും തന്നെ ഈ തത്വം അറിയുന്നില്ല എന്ന് സ്വാമി കൃപാകരൻ പറയും. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ കഴിയും, ആത്മാർത്ഥമായി വിശ്വസിക്കാൻ കഴിയും? നമ്മൾ ആ വ്യക്തിയുടെ മതത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നമ്മൾ ആരായിട്ട് മാറുന്നു? സഹോദരനായിട്ട് മാറുന്നു. ആലോചിച്ചു, എത്ര വലിയ ഒരു വിചിത്രമാണ് ഈ കാര്യം. അപ്പോ ഒരു മതമാകുവതിൽ എന്ന് ഓരോ മതങ്ങളും പറഞ്ഞു കഴിഞ്ഞാലോ, ഞാൻ പറയുന്നു എന്റെ മതത്തിലൂടെ പോയാൽ മാത്രമേ സ്വർഗം കാണൂ, അപ്പുറത്ത് വേറൊരാൾ പറയുന്നു എന്റെ മതത്തിലൂടെ പോയാൽ മാത്രമേ സ്വർഗം കാണൂ എന്ന് പറഞ്ഞ് എല്ലാവരും അവനവന്റെ മതത്തെ ഏക മതമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തമ്മിൽ കലഹവും കലാപവും ഉണ്ടാകും. അതിന്റെ ചെറു പതിപ്പുകളാണ് നമ്മൾ ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഈ മതപരമായ സംഘർഷങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്വതന്ത്രമായിട്ട് എല്ലാ രാജ്യങ്ങളും സഞ്ചരിക്കാം, ഭൂമിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാം, ഹിമാലയത്തിന്റെ അപ്പുറത്ത് പോകാം, അഫ്ഗാനിസ്ഥാനിൽ പോകാം, മനോഹരമായ പല രാജ്യങ്ങളും സന്ദർശിക്കാം, കാശ്മീരിന്റെ സൗന്ദര്യം നുകരാം. മനുഷ്യനെ ഈ ഭൂമിയുടെ സൗന്ദര്യത്തിൽ നിന്ന് അന്യമാക്കിയിരിക്കുന്ന എന്താണ്? ഈ ഒരു മതത്തിന്റെ സങ്കുചിതമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനുള്ള ഒരേ ഒരു സിദ്ധൌഷധം ഗുരുവിന്റെ മതസമന്വയ ദർശനം മാത്രമാണ്. ഞാൻ മുന്നോട്ട് ആ മതസമന്വയ ദർശനത്തിന്റെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ബോധ്യപ്പെടും. ഗുരു വിഭാവനം ചെയ്ത, ഗുരു മുന്നോട്ട് വെച്ച മതസമന്വയ ദർശനത്തിനെ മറികടക്കുവാൻ ലോകത്ത് ഒരു ആചാര്യനും ഒരു ഫിലോസഫറും ഇന്നേ വരെ ഒരു ദർശനത്തെ കൊണ്ടുവച്ചിട്ടില്ല. ഗുരു പറയുകയാണ് എല്ലാ മതങ്ങൾക്കും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആഭ്യന്തരം, രണ്ട് ബാഹ്യം. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ഏറ്റവും കോറായിരിക്കുന്ന ദർശനമാണ്, ഫിലോസഫിയാണ്. ബാഹ്യം എന്ന് പറഞ്ഞാൽ റിച്വൽസ് ആണ്, അനുഷ്ഠാനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, അനുഷ്ഠാനങ്ങളുടെ തലത്തിൽ നമുക്ക് ഒരു മതത്തെയും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, സമന്വയിപ്പിക്കാൻ കഴിയില്ല. എല്ലാ മതങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമല്ലേ? ആണ്. ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് ആ വ്യക്തി ഗണപതി ഹോമം ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് കുർബാന ചൊല്ലുന്നു. അങ്ങനെ സാധിക്കുന്നു? ഇല്ല. ഓരോ മതവും നിലനിൽക്കുന്നത്, ഓരോ മതത്തിനെയും സ്വതന്ത്രമാക്കി വെക്കുന്ന ആ മതം അനുഷ്ഠിക്കുന്ന തനത് ആചാരാനുഷ്ഠാനങ്ങളാണ്. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, ഹിന്ദു മതത്തിന് ഹിന്ദുമതത്തിൻ്റെതായ ഒരു ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, യഹൂദർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ തലത്തിൽ മതത്തെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, ബാഹ്യമായ രീതിയിൽ സമന്വയിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുക? ഒരു പറയുന്നു ആഭ്യന്തരം. എന്താണ് ആഭ്യന്തരം? ബാഹ്യമായ രീതിയിൽ നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളെ ശുദ്ധമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ക്രമേണ 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 നമ്മുടെ അന്തഃകരണം ശുദ്ധമാകും. ഈ ശുദ്ധമായ അന്തഃകരണത്തിലൂടെ വെളിവാകുന്ന ഈശ്വരീയ പ്രകാശം അത് ഏകമായിരിക്കുമെന്ന് പറയുന്നു. ഏത് മതാവലംബിയുമായിക്കൊള്ളട്ടെ, ഇസ്ലാമോ ക്രൈസ്തവനോ ഹിന്ദുവോ യഹൂദനോ ആരുമായിക്കൊള്ളട്ടെ, അവന്റെ മതം പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനം, ആ അനുഷ്ഠാനം ശുദ്ധമായി അനുഷ്ഠിക്കണം. ഈ ശുദ്ധമായി എന്നുള്ളതിന് വിശേഷമായ അർത്ഥമുണ്ട്. സ്വാമി തൃപ്പാദങ്ങൾ തീർത്ഥാടന ലക്ഷ്യങ്ങളായി 8 കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? ഒന്നാമത്തെ കാര്യം എന്താണ് പറയൂ? ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ്. രണ്ടാമത്തെ കാര്യമോ ശുചിത്വമാണ്. മൂന്നാമതാണ് എന്ത് വരുന്നത്? ഈശ്വരഭക്തി വരുന്നത്. ഈശ്വരഭക്തിക്ക് മുമ്പ് യഥാർത്ഥമായ വിദ്യാഭ്യാസ ജ്ഞാനം ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മുടെ അന്തഃകരണവും മനസ്സും ബാഹ്യമായ പ്രകൃതിയും ശുദ്ധമായിരിക്കണം. അതിനുശേഷമേ നമ്മളിൽ ഭക്തി ഉറയ്ക്കാൻ പാടൂ. അല്ലാത്ത ഭക്തി അപരവിദ്വേഷത്തിലേക്കും വർഗീയവാദത്തിലേക്കും സങ്കുചിത ഭാവത്തിലേക്കും നമ്മെ കൊണ്ട് ചെന്നെത്തിക്കും. അതുകൊണ്ട് ശുദ്ധമായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ മനസ്സ് ശുദ്ധമായി. മനസ്സ് ശുദ്ധമായാലോ ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് ഭഗവാന്റെ വാസസ്ഥാനം? സ്വാമി തൃപ്പാദങ്ങൾ മനോഹരമായ ഭക്തി കാര്യം എഴുതിയിട്ടുണ്ട്, ഷൺമുഖ ദശകം. അതിൽ ആദ്യ ശ്ലോകമാണ്: ജ്ഞാന ചിന്തി എഴുപ്പി തിരുതട വിലസും ജില്ലി വല്ലി കൊടിക്കുൾ മൗനത്തൂന്നിങ്ങൾ ഉള്ളൂടുരുകും അമൃതൊഴുക്കുണ്ടിരുന്നുള്ള ഇങ്ങനെ. ഞാനും നീയും എഴുക്കെ കലരുവതിൽ ഇരുൾ തന്മയാ അരുൾ തന്മയാ നിന്നടിത്താർ പേരുൾ തൂങ്ങുന്ന മുത്തുക്കുടം അടിയനടക്കിയൊരു മച്ചിൽ കൊടുത്തേ. അവിടെ സുബ്രഹ്മണ്യ ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ്. മച്ചിൽ കൊടുത്തത്
മച്ചിന്റെ പുറത്തുള്ള കൊടുത്തെന്നാണ് അർത്ഥം. അല്ല, മത്ത് ചിത്ത്, എന്റെ മനസ്സിലാണ് ഭഗവാൻ വസിക്കുന്നത്. ഗുരുവിന്റെ ദർശനത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മളെല്ലാം അടക്കി ഭരിക്കുന്ന ഒരു ശക്തിയല്ല, മറിച്ച് സർവാന്തര്യാമിയായി ഭഗവാൻ കുടികൊള്ളുന്നു. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും അഗാധമായ തലങ്ങളിൽ ഭഗവാൻ കുടികൊള്ളുന്നു. യോഗമാണ് അതിന്റെ മഹിമ എന്ന് പറഞ്ഞില്ലേ ജനനീ നവരത്നമഞ്ചരിയിൽ. യോഗം എന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലം, ചിതാകാശം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളിലിരിക്കെ, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്നിരിക്കെ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് പരിമിതികൾ അനുഭവപ്പെടുന്നു? എന്തുകൊണ്ട് ദുഃഖം വരുന്നു? എന്തുകൊണ്ട് സമ്പൂർണതയെ അനുഭവിക്കാൻ കഴിയുന്നില്ല? ഇവിടെ ഒരു വിളക്ക് തെളിയിച്ചു വെച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അഖണ്ഡ ദീപം ഉണ്ടാകും. ആ വിളക്ക് കാറ്റത്ത് കെടാതിരിക്കാൻ വേണ്ടി ഒരു ചില്ല് കൂടി അതിനെ സംരക്ഷിക്കും. അപ്പൊ കുറെ കാലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചില്ല് കൂടിന് ഉൾവശം വിളക്കിന്റെ കരി ഏറ്റിട്ട് കരിഞ്ഞ് മൊത്തം കറുത്തിരിക്കും. അപ്പൊ പുറമേ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകാശം കാണില്ല. പ്രകാശം ജ്വലിക്കുന്നുണ്ട്, പക്ഷെ കാണില്ല. എന്താണ് കാരണം? കണ്ണാടിക്കൂടിലെ അഴുക്ക്. ആ കണ്ണാടിക്കൂടാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിന്റെ ഉള്ളിൽ ഈശ്വരൻ വിളങ്ങുന്നുണ്ട്, പക്ഷെ അഴുക്കാകുന്ന നമ്മുടെ കാമക്രോധ മതമോഹ ഇത്യാദി അഴുക്കുകൾ ആ മനസ്സാകുന്ന കണ്ണാടിക്കൂടിൽ പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വര പ്രകാശം പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ആചാര അനുഷ്ഠാനത്തെ ശുദ്ധമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ക്രമേണ 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 ആ അഴുക്ക് ഇല്ലാതായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ തന്നെ ജ്വലിച്ചിരിക്കുന്ന ഈശ്വര പ്രകാശം വെളിവാകും. ഇപ്പൊ എത്ര സിമ്പിൾ ആണ്. ഒരു മുസ്ലിം അവന്റെ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനത്തെ ശുദ്ധമായി അനുഷ്ഠിക്കും. ഒരു ഹിന്ദു അവന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനത്തെ ശുദ്ധമായി അനുഷ്ഠിക്കും. ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ അവന്റെ വഴിയിൽ ധർമ്മബോധത്തോട് മുന്നോട്ട് പോകും. ആത്യന്തികമായി അവരുടെ ഉള്ളിൽ തെളിയുന്ന പ്രകാശം ഒന്നായിരിക്കും. ഇതാണ് ഗുരുവിന്റെ മതസമന്വയ ദർശനം. ഈ ശുദ്ധമായ അനുഷ്ഠാനം എന്നുള്ളതിൽ വലിയ തലങ്ങളുണ്ട്. രണ്ട് ദൃഷ്ടാന്തം പറഞ്ഞത് മനസ്സിലാകും. സമയപരിധി കൊണ്ട് ഞാൻ അധികം നീക്കാതെ ഉപസംഹരിക്കാം. നമ്മുടെ എല്ലാ പ്രഭാഷണത്തിലും നമുക്ക് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ വേദികളിലും ഞാൻ ദൃഷ്ടാന്തം പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തില് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾ ആരെങ്കിലും വാരണസി പോയിട്ടുണ്ടോ? വാരണസി, കാശി എന്ന് പറയും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ്. ആയിരക്കണക്കിന് ഗുരുകുലങ്ങളും ക്ഷേത്രങ്ങളുമുള്ള സ്ഥലമാണ്. 12 ജ്യോതിർലിംഗങ്ങൾ ഭാരതത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രം. അതിലൊന്നായ കാശി വിശ്വനാഥ ക്ഷേത്രം. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന സ്ഥലം, ഗംഗാ നദി ഒഴുകുന്ന സ്ഥലം, പുരാണ നഗരി. ഒരിക്കൽ നമ്മളവിടെ വെറുതെ പോയി. കുറച്ചു കാലം മുമ്പ്, 3-4 വർഷം മുമ്പ്, 2022 ഞങ്ങൾ 13 അന്തേവാസികൾ ശിവഗിരിയിൽ സന്യാസം എടുക്കുന്നു. അതിനു മുമ്പ് നമ്മൾ ബ്രഹ്മചാരി എന്നുള്ള ഒരു പഠന കാലയളവിൽ അവിടെ ഒരിക്കൽ പോവുകയുണ്ടായി. വടക്കേന്ത്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ പോലെയല്ല. അവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും മറ്റു എല്ലാ സ്ഥലത്തും അന്നക്ഷേത്രങ്ങളുണ്ടാകും. അന്നക്ഷേത്രം എന്ന് പറഞ്ഞാൽ 3 നേരവും സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. 3 നേരം സൗജന്യമായി കൊടുക്കും. ഏതൊരു ഭക്തം വന്നാൽ ഞാൻ കൊടുക്കും. നമ്മളിങ്ങനെ സഞ്ചരിച്ചു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് അടുത്തുള്ള ആശ്രമത്തിൽ ഉച്ചക്കെത്തി. അവിടെ ഒരു അന്നക്ഷേത്രമുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഒരുപാട് സജ്ജനങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വേദങ്ങളും ഉപനിഷത്തും ഒക്കെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ഒരു ബ്രഹ്മവിദ്യാലയമാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ അന്നപാനീയങ്ങളൊക്കെ വിളമ്പുന്നത്. നിങ്ങൾ ശിവഗിരി പോയാൽ കാണാം. ഉച്ചക്ക് ഗുരുപൂജാ സമയത്ത് ഭഗവത്ഗീതയിലെ 15-ാം അധ്യായം ചെയ്തു. ഇതിനാണ് ഭക്ഷണം വിളമ്പുന്നത്. ഊർധമൂല മനഃശാസ്ത്രം എന്ന് ആരംഭിക്കുന്നത്. ഭാരതത്തിൽ എല്ലാ ആശ്രമത്തിലും സിസ്റ്റം എന്നാണ്. ഉച്ചക്ക് ഒരു ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഈ മന്ത്രം എല്ലാവരും ചെയ്യും. അത് കോമൺ ആയിട്ട് ഭാരതത്തിലുള്ളതാണ്. ഇതേപോലെ അവിടെയും ഈ മന്ത്രം ചൊല്ലുന്നു. ഇവര് ഭക്ഷണം വിളമ്പുന്നു. എല്ലാവരും ഇരിക്കുന്നു, നമ്മളെ ഇരിക്കുന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ടു. വിചിത്രമായ ഒരു കാഴ്ച. ഈ ഭക്ഷണം വിളമ്പുന്ന ആളുകള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന ആൾക്കാരുണ്ട്. ഒരു 3-4 പേരെ ഇങ്ങനെ കഴുത്തിലും പിടിച്ച് പുറത്താക്കി. ഇന്ത്യയിലൊക്കെ ഭയങ്കര ചിന്തപ്രചരണം. പുറത്താക്കി ശരിയാക്കി എടുത്തേക്ക്. ഒരു ഭക്ഷണം പ്ലേറ്റിൽ ഭക്ഷണമുണ്ട്. അത് കഴിക്കാൻ സമ്മതിക്കാതെ പുറത്താക്കി. എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നി. കാരണം നമ്മുടെ വീട്ടിലാണെങ്കിലും കൂടിയും നമ്മുടെ ശത്രുവാണെങ്കിലും ആ വ്യക്തി വന്നിച്ച് വെള്ളം ചോദിച്ചു നമ്മൾ കൊടുക്കും. അല്ലെ? നമ്മുടെ സംസ്കാരമാണ്.
എന്നിരിക്കെ പവിത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ആശ്രമാന്തരീക്ഷത്തിൽ എന്തേ ഇപ്രകാരം സംഭവിച്ചു? എല്ലാവർക്കും അഭയകേന്ദ്രമായി തീരേണ്ട ഒരു ആശ്രമാന്തരീക്ഷത്തിൽ എന്തേ സംഭവിച്ചു? നമ്മൾ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു, മാനേജറെ കണ്ട് ചോദിച്ചു എന്താണ് കാരണം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഞങ്ങള് 3 തരത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കാറ് ഇവിടെ ഈ അന്നക്ഷേത്രത്തിൽ. ഒന്ന്, ഭാരതത്തിലെ ഏത് ആശ്രമത്തിലെ ഏത് സന്യാസി വന്നാലും ഭക്ഷണം കൊടുക്കും. 2, ഏത് ക്ഷേത്രത്തിലെ പൂജാരി വന്നാലും ഭക്ഷണം കൊടുക്കും. 3, ബ്രാഹ്മണൻ, ഏതൊരു ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞാലും ഭക്ഷണം കൊടുക്കും. ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന ആളുകൾ ഈ 3 തരത്തിൽപ്പെടുന്ന ആളുകളല്ല, സന്യാസിയല്ല, പൂജാരിയല്ല, ബ്രാഹ്മണരല്ല. അവര് യാദവരാണ്, ഒബിസിക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഈ അന്നക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അധികാരമില്ല. അതുകൊണ്ടാണ് പുറത്താക്കി. അപ്പൊ എനിക്ക് വളരെ തമാശ തോന്നി. ഭക്ഷണം വിളമ്പുമ്പോൾ ഇവരെന്ത് മന്ത്രമാണ് ചൊല്ലിയത്? ഭഗവത്ഗീതയിലെ 15-ാം അധ്യായം. ആ 15-ാം അധ്യായത്തിൽ വരുന്ന ഒരു മന്ത്രമാണ് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പുരാണങ്ങൾ പറയുന്ന ഈശ്വരൻ പല രൂപത്തിലും ഭാവത്തിലും അവതരിക്കുന്നു. അപ്രകാരമുള്ള ഒരു ഈശ്വരന്റെ അവതാരമാണ് വൈശ്വാനര അവതാരം. ആ അവതാരം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് നന്നായിട്ട് വിശന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ വിഷത്തിന്റെ അഗ്നിയാണ് ഇല്ലേ? ഈ വിഷത്തിന്റെ അഗ്നിയെ ആയുർവേദത്തിന്റെ ഭാഷയിൽ എന്ത് പറയുന്നു? ജഠരാഗ്നി എന്ന് പറയുന്നു. ഈ വിഷത്തിന്റെ അഗ്നിയെ പുരാണങ്ങളുടെ ഭാഷയിൽ വൈശ്വാനര അഗ്നി എന്ന് പറയുന്നു. അപ്പൊ ആരാണോ വിഷന്നിരിക്കുന്നത് അവന്റെ ഉള്ളിൽ അഗ്നിരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. നോക്കൂ, എത്ര ഉദാത്തമായ കാഴ്ചപ്പാടാണ്. വിഷന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വന്ന ഒരാൾ ഈശ്വരൻ തന്നെയായിട്ട് കാണുമെന്ന് പറയുന്നു. അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന അന്നപാനീയങ്ങൾ സാക്ഷാൽ ഈശ്വരന് നാം നിവേദ്യമായി തീരുന്നു എന്ന് പറയുന്ന മന്ത്രം ചൊല്ലിയിട്ടാണ് ഈ വിഷന്നിരിക്കുന്ന ഈശ്വരന്മാരെ പിടിച്ച് പുറത്താക്കുന്നത്. ഒരു ചൊല്ലുന്നു അഹം വൈശ്വാനരോ ദേഹമാസത കടക്ക് പുറത്തെന്ന് പറയും. അപ്പോ ശുദ്ധമായ രീതിയിൽ ഈ സിദ്ധാന്തത്തെ, ഈ ദർശനത്തെ മനസ്സിലാക്കാതെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അനാചാരം സംഭവിക്കുന്നു. നമ്മുടെ സ്വാമി തിരുപ്പാദങ്ങൾ ഹോമമന്ത്രം എഴുതിയിട്ടുണ്ട്. പ്രാചീന കാലത്ത് ഭാരതത്തിൽ ഹോമവും യാഗവും യജ്ഞവും എമ്പാടും നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഹോമവും യാഗവും എല്ലാം അനാചാരത്തിലേക്ക് പോയി. ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നൊടുക്കി യാഗത്തിന്. അതിനെതിരെയാണ് ഭഗവാൻ ബുദ്ധന്റെ നേതൃത്വത്തിൽ വലിയ മിഷനറി സംഘം ധർമ്മ ഭിക്ഷുക്കൾ അന്ന് വലിയ പ്രക്ഷോഭം നയിച്ചത്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ആയിരക്കണക്കിന് പശുക്കളെ മൃഗങ്ങളെ കൊണ്ടുവന്ന് ഹോമകുണ്ടത്തിന് മുമ്പിൽ തലവെട്ടി രക്തം അതിലേക്ക് ഒഴിച്ചു. പവിത്രമായ ധൂപങ്ങൾ, പവിത്രമായ ഹവിസ്സുകൾ, പവിത്രമായ സുഗന്ധം ഉയരേണ്ട ഹോമ അന്തരീക്ഷം, യാഗപുരങ്ങൾ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ദീന രോദനങ്ങൾ കൊണ്ട് നടമാടി. എന്താണ് കാരണം? ഒറ്റ മന്ത്രമാണ്. വേദത്തിൽ ഒരു മന്ത്രമുണ്ട്. കാരണം ഈ ഹോമം ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ പല മന്ത്രങ്ങളെയും ചൊല്ലും. അതിലൊരു മന്ത്രമാണ് അതുരേ പശു ഹിംസ്യ. ഹോമകുണ്ടത്തിലേക്ക് പശുവിനെ ഹിംസിക്കൂ എന്നാണ് താല്പര്യം. നോക്കൂ, പശു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു. പശു എന്ന് പറഞ്ഞ മൃഗം. എന്താണ് മൃഗം? ബാഹ്യമായി ഒന്നിനെ കണ്ട് അതിന്റെ പുറകിലുള്ള കാരണത്തെ അന്വേഷിച്ചറിയാൻ കഴിയാത്ത എല്ലാവരും ആരാണ്? പശുക്കളാണ്. ബാഹ്യമായി ഒന്നിനെ കണ്ട് അതിന്റെ പുറകിലുള്ള കാരണത്തെ അനുമാനിച്ചറിയാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. മനനം ചെയ്യുന്നതാണ് മനുഷ്യൻ. മന് അവബോധന എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് മനുഷ്യൻ എന്ന വാക്കുണ്ടായത്. അവബോധനം, ചിന്തിക്കുക, വിചാരം ചെയ്യുക. അതുകൊണ്ട് പ്രത്യക്ഷമായിരിക്കും ഒന്നിനെ മാത്രം കാണുന്ന മൃഗബുദ്ധിയെ നീ ഹിംസിക്കൂ, അതിനുശേഷം ശ്രേഷ്ഠമായ ഹോമത്തിലേക്ക് ഏർപ്പെടും എന്ന് ഉദ്ദേശിച്ച ആ വാക്യത്തെ വാച്യാർത്ഥത്തിൽ എടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു? ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊല ചെയ്തു. ഇങ്ങനെ നമ്മൾ ഏത് മതത്തിൽ എടുത്തു കഴിഞ്ഞാലും ആ മതം പറയുന്ന ആചരണത്തെ, ദർശനത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എല്ലാ കലാപങ്ങളും എല്ലാ വിഷയങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോ ഒരു ദർശനത്തെ ശുദ്ധമായ രീതിയിൽ, ഒരു ആചരണത്തെ ശുദ്ധമായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ അന്ധകരണം ശുദ്ധമാവുകയും അതിലൂടെ തെളിയുന്ന ഈശ്വരീയ പ്രകാശം ഏകമായിരിക്കും എന്ന് പറയുന്നു. സഹോദരനായി എന്ത് പറഞ്ഞു? ഒരിക്കലും സ്വാമി തിരുപ്പാദങ്ങളുടെ അടുത്ത് കംപ്ലൈന്റുമായിട്ട് വന്നു. അങ്ങയുടെ ശിഷ്യൻ അങ്ങയുടെ വാക്കിനെ ചിന്തിക്കുന്നു അല്ലേ? ഒരു ജാതി, മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മഹാവാക്യത്തെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നാക്കി മാറ്റുന്നു.
വിവിധ ഗുരുനിന്ദ ചെയ്യുന്ന സഹോദരനെ അങ്ങൊന്ന് ഉപദേശിക്കണം. സഹോദരൻ നിരീശ്വരവാദിയാണ്. ഉടനെ ഗുരു എന്ന് പറഞ്ഞു, സഹോദരൻ നിരീശ്വരവാദിയാണെങ്കിലും സഹോദരന്റെ പ്രവൃത്തി ഈശ്വരീയമാണെന്ന് പറഞ്ഞു. കാരണം ലക്ഷക്കണക്കിന് അടിച്ചമർത്തപ്പെട്ട ആരോഗ്യമില്ലാത്ത ആളുകള് കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തനം ഈശ്വരീയം തന്നെയുണ്ട്. അപ്പോൾ സൈദ്ധാന്തികമായി നിരീശ്വരവാദിയായിക്കൊള്ളട്ടെ, ഏത് മതവിശ്വാസമായിക്കൊള്ളട്ടെ, നമ്മുടെ ആചരണം ശുദ്ധമാണെങ്കിൽ നമ്മളിൽ എല്ലാവരും തെളിയുന്നത് ഒരേ ചൈതന്യമാണ്. അങ്ങനെയാണെങ്കിൽ മതത്തിന്റെ ആഭ്യന്തരമായ വശം ഒന്നാണെന്ന് പറയുന്നു. ജഗതിയിൽ ഇമ്മതം ഏകം എന്ന് ചിന്തിച്ച്, ഏത് മതമാണ് ഏകം? എല്ലാ മനുഷ്യരും ആത്യന്തികമായി എല്ലാ പ്രാണിവർഗങ്ങളും തേടുന്നത് സച്ചിദാനന്ദമാണ്, ശുദ്ധമായ ആനന്ദം. ആ സച്ചിദാനന്ദത്തിലേക്ക് എത്താനാണ് എല്ലാ കർമ്മങ്ങളും. അപ്പൊ ആ കർമ്മത്തെ അകമണയാതെ അകതാതെ അമർത്തി വേണം. അതായത് എനിക്ക് ആനന്ദം കൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ ഞാൻ കൊന്നുകളയാം, മറ്റുള്ളവരെ കബളിപ്പിക്കാം, വഞ്ചിക്കാം എന്ന രീതിയിലല്ല, മറിച്ച് പാപത്തിലേക്ക് പോകാതെ ഇന്ദ്രിയങ്ങളെ സംയമിതമാക്കി ശുദ്ധമായ അനുഷ്ഠാനത്തിലൂടെ പരമമായ ആനന്ദത്തെ നേടിയെടുക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങളും, എല്ലാ വ്യക്തികളും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും മതം ഒന്നാണ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു മതം, ഏത് ഫിലോസഫർ ഇങ്ങനെ പറയുന്നു, നമ്മൾ വെല്ലുവിളിക്കുകയല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. ഏത് ഫിലോസഫർ ഇത്ര ഉത്കൃഷ്ടമായ മാനവിക ദർശനത്തെ പകർന്നു, ഇത്ര ഉത്കൃഷ്ടമായ ഒരു മത ദർശനത്തെ കാഴ്ചവെച്ചു? എല്ലാവരും പറയുമ്പോൾ നോക്കൂ, എല്ലാവരും പറയുമ്പോൾ ഒന്നുകിൽ അവർ മനുഷ്യനെ തൊഴിലാളിയോ മുതലാളിയായിട്ട് വേർതിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ വിശ്വാസിയും അവിശ്വാസിയുമായിട്ട് വേർതിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ ബ്രാഹ്മണനായിട്ടും ശൂദ്രനായിട്ടും വേർതിരിക്കുന്നു. മനുഷ്യനിൽ ഒരു തരത്തിലുള്ള വേർതിരിവും കാണാത്ത ഒരു ദർശനം ആര് അവതരിപ്പിച്ചു? പേരൂര് തൊഴിലി മൂന്നും പോലും ആയത് കേൾക്കുക, ആരും നീയെന്ന് കേൾക്കേണ്ട, നേര് നെയ് തന്നെ ചൊല്ലിയാൽ എന്ന് പറയുന്നു. അപ്പൊ ഗുരുവിന്റെ ദർശനം ശാസ്ത്രീയമാണ്. അതിനെ ഖണ്ഡിക്കുവാനോ ഇല്ലാതാക്കാനോ ലോകത്തിൽ ആർക്കും തന്നെ ശക്തിയില്ല. പച്ചയായ മാനവിക ദർശനമാണ്. പക്ഷെ ആ മാനവിക ദർശനത്തിന് ഒരു ആധ്യാത്മികമായ അടിത്തറയുണ്ട്. അതുകൊണ്ടാണ് അടുത്ത വാക്കിൽ ഒരു ദൈവം മനുഷ്യൻ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമയം 8 മണിക്ക് എടുക്കുന്നു. പിന്നെ അത് ഈ ശ്ലോകം കൂടി ഇതും കൂടി ചൊല്ലിയിട്ട് ഉപസംഹരിക്കുകയാണ്. ഇനി 3 ശ്ലോകം എടുക്കണമെങ്കിൽ 9 മണിയാവും. 9 മണി ആയി കഴിഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് ശരിയല്ല. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ ഉപസംഹരിക്കാൻ മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. എങ്കിലും ഈ ഒരു കൃതിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങളുടെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ. അപ്പൊ നമുക്ക് ഒരു ജാതി, ഒരു മതം എന്നുള്ളത് ഏറ്റവും ഉയർന്ന മാനവിക ദർശനമാണ് നമ്മൾ പറഞ്ഞത്. ആ മാനവിക ദർശനത്തിന്റെ ആധ്യാത്മികമായ അടിത്തറ കൂടി ഗുരുദേവൻ നൽകിയിട്ടുണ്ട്. ആധ്യാത്മികമായ അടിത്തറ ഇല്ലാതെ അവതരിപ്പിക്കുന്ന ഏതൊരു ദർശനവും ക്രമേണ കാലാന്തരത്തിൽ നശിച്ചു പോകും. ഗുരു പറയുന്നുണ്ട്, സനാതനമായ ഒരു സത്യത്തെ ആശ്രയിക്കാതെ നിലനിൽക്കുന്ന എല്ലാ കാര്യത്തിനും അതിന് ശാശ്വതമായ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ദൈവസങ്കല്പത്തെ ഗുരുദേവൻ അംഗീകരിച്ചത്. നമുക്ക് ദൈവം എന്ന ആ വാക്കിന്റെ അർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദ്യോതനം ചെയ്യുക, ദീപനം ചെയ്യുക, ദാനം ചെയ്യുക, ദ്യോതി ഭവിച്ച്, പല അർത്ഥങ്ങളുണ്ട് ദൈവശാസ്ത്രത്തിൽ. ഒരർത്ഥമാണ് സമ്പൂർണ്ണൻ. ദൈവം സമ്പൂർണനാണ്. ഒരു വസ്തു സമ്പൂർണനാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. 3 മുറിവുകളില്ലാത്ത, 3 തരം കത്തികളാൽ മുറിക്കപ്പെടാത്ത ഒന്നിനെയാണ് എന്ന് പറയുന്നത് സമ്പൂർണൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കത്തിയാണ്, ഒന്നാമത്തെ മുറിവാണ് ദേശം. ദേശത്താൽ മുറിക്കപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിലുണ്ട്, ആ ദേശത്തിലില്ല എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ആ വസ്തു അപൂർണമായിട്ട് മാറും. എല്ലാ ദേശത്തിലും ഉള്ള ഒന്നിനെ പൂർണ്ണൻ എന്ന് പറയാൻ സാധിക്കും. ഈ ദേശത്തിലുണ്ട്, ആ ദേശത്തിലില്ല. അമേരിക്കയിലുണ്ട്, ഭാരതത്തിലില്ല. അങ്ങനെ ഒരു ദൈവമായാണ് അപൂർണനാണ്. അപ്പൊ ദേശത്താൽ മുറിക്കപ്പെടാത്ത ഒന്ന് സമ്പൂർണ്ണൻ. കാലത്താൽ മുറിക്കപ്പെടാത്ത ഒന്ന്. കാലം എന്ന് പറയുമ്പോൾ 5000 കൊല്ലം മുമ്പ് ദൈവം ഉണ്ടായിരുന്നു, ഇന്ന് ദൈവമില്ല. 5000 കൊല്ലം മുമ്പ് ആ വസ്തു ഉണ്ടായിരുന്നു, ഇന്ന് ആ വസ്തുവില്ല എന്ന് പറയുമ്പോൾ കാലത്താൽ അതിന് മുറിവ് സംഭവിച്ചു. അപ്പൊ കാലത്താൽ മുറിവ് സംഭവിക്കാത്ത ഒന്നാണ് സമ്പൂർണ്ണൻ. വസ്തുവിനാൽ മുറിവ് സംഭവിക്കാത്തത്. ഈ വസ്തുവിലുണ്ട്, ആ വസ്തുവിലില്ല. ദൈവം പ്രത്യേകമായ സ്ഥലത്തിരിക്കുന്നു, ആ വസ്തുവിലുണ്ട്, ഈ വസ്തുവിലില്ല. ദൈവം ബ്രാഹ്മണയിലുണ്ട്, ഇവരിലില്ല.
എന്ന് പറയുമ്പോൾ ആ ദൈവം ആരാണ്? അപൂർണൻ. ചുരുക്കി പറഞ്ഞാൽ ദേശം, കാലം, വസ്തു ഇവ മൂന്നിനാലും മുറിക്കപ്പെടാത്ത ഒന്നിനെയാണ് സമ്പൂർണ്ണൻ എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി നമ്മൾ പരിഷ്കരിച്ചാൽ ത്രിവിധ പരിച്ഛേദ ശൂന്യത്വം ദൈവത്വം എന്ന് പറയാം. ത്രിവിധ എന്ന് പറഞ്ഞാൽ ദേശം, കാലം, വസ്തു. പരിച്ഛേദം എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടുക, ശൂന്യത്വം ഇല്ലായ്മ. മൂന്ന് തരം മുറിവുകളില്ലാത്ത ഒന്നിനെയാണ് സമ്പൂർണ്ണൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൈവങ്ങൾ സമ്പൂർണ്ണമാകുന്നു. ഒരു ദൈവം ഇവിടെ ഉണ്ട്, ഒരു ദൈവം ഇവിടെ ഉണ്ട്. ഈ ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് ആ ദൈവമില്ല, ആ ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് ഈ ദൈവമില്ല. അപ്പൊ നമുക്ക് ദേശത്താൽ മുറിവ് സംഭവിച്ചു. അപ്പൊ ദേശത്താൽ മുറിവ് സംഭവിച്ചുകൊണ്ട് ദൈവം എന്തായിട്ട് മാറി? അപൂർണനായിട്ട്. ഒരിക്കലും മാറില്ല, ദൈവം എന്നും പൂർണ്ണനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാ ദേശത്തും ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ദേശവും ഉണ്ട്, ദൈവവും ഉണ്ട്, രണ്ട് വസ്തുക്കളായി. അതുകൊണ്ട് ഗുരുദേവൻ ദർശനമാലയിൽ അവസാന മന്ത്രത്തിൽ ഏകമേവ അദ്വിതീയം ബ്രഹ്മം പറഞ്ഞിരിക്കുന്നത്. ഗുരുവിന്റെ ഒരു ദൈവം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ സാധാരണ മതങ്ങളിൽ കാണുന്ന ഒരു ദൈവം, ഏക ദൈവം, ആ കൺസെപ്റ്റ് അല്ല. മറിച്ച് കുറെ ആൾക്കാരുണ്ട്, ആ കൂട്ടത്തിൽ ഒരു ദൈവമേ ഉള്ളൂ, ആ കൺസെപ്റ്റ് അല്ല. മറിച്ച് ദൈവമേ ഉള്ളൂ. ഉള്ളത് എന്താണോ അത് ദൈവം തന്നെ. ദൈവമല്ലാത്ത മറ്റൊന്നും ഇവിടെ ഇല്ല. അപ്പൊ എല്ലാം ആ നിസ്തരംഗ സമുദ്രത്തിന്റെ തരംഗങ്ങളാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ദൈവം മാത്രമേ ഇവിടെ ഉള്ളെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്താ? ദൈവം മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്, ദൈവമുണ്ട്, മനുഷ്യർക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് അനവധി ഭിന്നതകൾ കാണുന്നില്ലേ? അപ്പൊ ഈ ഒരു ആശയത്തെ നമ്മൾ അതിന്റെ പൂർണ്ണമായ തലത്തിൽ പഠിക്കണമെങ്കിൽ ദർശനമാല തുടങ്ങിയ കൃതികൾ പഠിക്കണം. വെളിയിലിരുന്ന് വിവർത്തമിങ്ങും കാണും, അല്ലേ? വെളി മുതലായ വിവർത്തഭാഗമാണ്. ആ ദൈവം, ആ ഈശ്വരൻ പല പല നാമരൂപങ്ങളിൽ പ്രകടിതമാകുകയാണ്. ഈശ്വരനിൽ ആത്യന്തികമായ ഒരു പരിവർത്തനവും വരാതെ ഈശ്വരൻ അനേകായിരം നാമരൂപങ്ങളിൽ പ്രകടിതമാകുന്ന നാമരൂപങ്ങളും ആരാണ്? ഈശ്വരൻ തന്നെ. അതുകൊണ്ട് രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഞാൻ പൂജിക്കേണ്ട വിഗ്രഹം ഏതാണ്? ഇതിലെ മഹർഷി പറഞ്ഞു, ജഗത ഈശ്വരി യുക്തസേവനം. ഈ ജഗത്തിനെ നീ വിഗ്രഹമായി കാണും, വിഗ്രഹമായി കണ്ട് ഈ ജഗത്തിനെ സേവിക്കൂ. അത് തന്നെയാണ് ഈശ്വര പൂജ. അപ്പൊ നമ്മുടെ മുമ്പിൽ കത്തിച്ചൊരിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചം അത് ഈശ്വരന്റെ പ്രകടിത രൂപമാണ്. അപ്പൊ ദൈവമല്ലാത്ത മറ്റൊന്നും ഇവിടെ ഇല്ല. ഇത് കുറെ കൂടി ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. ഒരു ദൈവം മനുഷ്യനുണ്ട്. അപ്പൊ ഏത് ഭാഗത്തിൽ ദക്ഷിണമായ ഒരു ശ്ലോകം ഉള്ളതെനിക്ക് മറന്നുപോയി. സാ വിഷ്ണു, സാ ബ്രഹ്മ, സാ പര, സാ ഏവ, സാ എന്ന് പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് അവൻ തന്നെ വിഷ്ണു, അവൻ തന്നെ ബ്രഹ്മാവ്, അവൻ തന്നെ ശിവൻ, അവൻ തന്നെ പ്രകൃതി, അവൻ തന്നെ എല്ലാം എന്ന് പറയുന്നു. ഒരു ആരായുതിൽ തിരകൾ നീരായി വന്നു. സമുദ്രത്തിലേക്ക് പോയി, സമുദ്രത്തിൽ തിരകൾ കാണുന്നു, പലകൾ കാണുന്നു, മുരകൾ കാണുന്നു, എല്ലാം തന്നെ ജലമാണെന്ന് അറിയുന്ന ഒരു വിദ്വാൻ ആരായുതിൽ വിചാരം ചെയ്തു. അതേപോലെ കാണപ്പെടുന്ന മുഴുവനും വൈവിധ്യങ്ങളും ഈശ്വരന്റെ പ്രകടിത ഭാവങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഒന്നേയുള്ളൂ. ഇനി നമുക്ക് ഒരു യോനി, ഒരു ആകാരം. യോനി എന്ന് പറയുന്ന പ്രഭവസ്ഥാനം. ആർക്കാണ്? എല്ലാ മനുഷ്യർക്കും. ജീവി വർഗം എന്ന രീതിയിൽ മനുഷ്യരെല്ലാവർക്കും ഒരു പ്രഭവസ്ഥാനമാണ് എന്ന് പറയുന്നു. ഒരു ആകാരം, മനുഷ്യന്റെ രൂപവും ഭാവവും. ഒരു ആകാരം എന്ന് പറയുമ്പോ എല്ലാ മനുഷ്യരും ഒരേ ആകാരമാണ്. ഒരേ ആകാരമാണ്. നമ്മൾ എപ്പോഴും ഒരു ലക്ഷണം അത് അടുത്ത ജാതി ലക്ഷണമാണ്. ലക്ഷണം പഠിക്കുമ്പോൾ സാമാന്യമായിട്ടാണ് നോക്കേണ്ടത്. മനുഷ്യവർഗത്തെ മുഴുവൻ നോക്കണം. മനുഷ്യവർഗത്തിന് കൊമ്പില്ല, കൊമ്പുണ്ടോ? 4 കാലില്ല, ഉണ്ടോ? ഇല്ലല്ലോ. ചില മനുഷ്യർക്ക്, ഒരു മനുഷ്യർക്ക് കൊമ്പുണ്ടെന്ന് കരുതി എല്ലാ മനുഷ്യർക്കും കൊമ്പുണ്ട്. അപ്പൊ നമ്മുടെ ജീവിയുടെ ലക്ഷണം പഠിക്കേണ്ടത് സാമാന്യം നോക്കിയാണ്. ഒരു കാട്ടിലെ 1-2 കടുവ ശാന്തമാണ് എന്ന് കരുതി ആ കാട്ടിലെ എല്ലാ കടുവകളും ശാന്തമാണ്. കടുവ വർഗം മൊത്തം ശാന്തമാണ്. കടുവ വർഗത്തിന്റെ പൊതുവായ സ്വഭാവം നോക്കണം. മനുഷ്യവർഗത്തിന്റെ പൊതുവായ ആകാരം ഒന്നാണ്. 2 കൈ, 2 കാല്, 2 കാല്. ഇതാണ് പൊതുവായ ആകാരം. അതിൽ വിശേഷമായ ചില മാറ്റങ്ങൾ നമുക്ക് അവഗണിക്കാം. അപ്പൊ ഒരു ആകാരം മനുഷ്യന് ഒരു ഭേദവും ഇല്ലത്, ഒരു പ്രകാരത്തിലുള്ള ഭേദവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1-2 ശ്ലോകങ്ങളില് ഗുരുവിന്റെ ജാതി ദർശനത്തെ ഗുരുദേവൻ സ്ഥാപിക്കുകയാണ്. അപ്പൊ ഗുരു ജാതിയെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ജാതി എന്താണ്? ജീവി വർഗം എന്നുള്ള ജാതി. ആ ജീവി വർഗത്തിന്റെ ആധാരത്തിലാണ് ഭേദങ്ങളുള്ളത്. അല്ലാതൊരു ഭേദവും ഗുരു കൽപ്പിച്ചിട്ടില്ല.
പാരമാർത്ഥികമായി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ജാതി ഏകമാണ്, മനുഷ്യന്റെ മതമേകമാണ്, മനുഷ്യന്റെ ദൈവമേകമാണ്, ആകാരമേകമാണ്, പ്രഭവസ്ഥാനമേകമാണ്, ഒരു ഭേദവും ഇല്ല. അടുത്ത ശ്ലോകങ്ങൾ കൂടി ഗംഭീരമാണ്, പിന്നീട് സംസാരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ 2 ശ്ലോകത്തിൽ എന്തെങ്കിലും ചോദിക്കാം ആർക്കെങ്കിലും? ഏതെങ്കിലും ആശയം മനസ്സിലായില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാകേണ്ടത്, ഏതെങ്കിലും പദം മനസ്സിലായില്ല ചോദിക്കും. നമസ്കാരം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ലെവലിലല്ലേ നമ്മുടെ ജനനം ഉണ്ടാകുന്നത്. വസ്തുവിൽ സ്പന്ദിക്കുന്നതോടെ കർമ്മമാണ്. സാധുവർണ്യമയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗം. ഇവിടെ സാധുവർണ്ണത്തെ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടും അംഗീകരിച്ചാണ് ഗീത പറയുന്നത്. ആ തരത്തിൽ ശരിയാണ്. പക്ഷെ ഗുരുവിന്റെ ദർശനത്തിൽ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വർണ്ണമുണ്ടെന്ന് ഗുരു പറയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണാദി അസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അസ്യ എന്ന് പറയുന്ന മനുഷ്യന് ബ്രാഹ്മണാദി ഭേദങ്ങൾ ഇല്ല തന്നെ. ബ്രാഹ്മണാദി ഭേദങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ 2 പ്രകാരത്തിലാണ് ബ്രാഹ്മണാദി ഭേദങ്ങൾ നമ്മുടെ ഫിലോസഫി കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ജന്മം കൊണ്ടുള്ള ഭേദം, 2 ഈ പറഞ്ഞതുപോലെ ഗുണവും കർമ്മം കൊണ്ടുള്ള ഭേദം. ഈ 2 പ്രകാരത്തിലുള്ള ഭേദങ്ങളും ഇല്ല. മനുഷ്യനിൽ ഭേദമുള്ളത് സ്പീഷീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഗോത്വം ഗവാമ്യത, പശുക്കൾക്ക് എങ്ങനെയാണോ പശുത്വം ജാതി ആയിട്ടുള്ളത്, അതേപോലെ മനുഷ്യന് മനുഷ്യത്വം ജാതി എന്ന് പറയുമ്പോൾ അവിടെ ജന്മം കൊണ്ടുള്ള വർണ്ണവാദവും നിരസിക്കപ്പെട്ടു, കർമ്മം കൊണ്ടുള്ള വർണ്ണവാദവും നിരസിക്കപ്പെട്ടു. ഗീതയിൽ പറഞ്ഞത് ശരിയാണ്. അത് കർമ്മം കൊണ്ട് ഗുണം കൊണ്ട് വർണ്ണത്തെ അംഗീകരിക്കുന്ന ആളുകൾ ചാതുർവർണ്ണ മയാസം. ചാതുർവർണ്ണ കൺസെപ്റ്റിനെ കൂടെ അംഗീകരിക്കുന്നു. അതിന് ഒരു തരത്തിലുള്ള ന്യായീകരണം കൊടുക്കുന്നില്ല. ഇവര് ഈ കൃതികളിൽ എവിടെയും ജന്മം കൊണ്ടല്ല വർണ്ണം കൊണ്ടാണെന്ന് പറയുന്നില്ല. വ്യാഖ്യാതാക്കൾ പറയുന്നതാണ്. പക്ഷെ ഗുരുവിന്റെ മൗലികമായ ആശയത്തിൽ പറയുന്നു. സ്വാമി ജനിച്ചതിന് ശേഷം വാസന വെച്ചിട്ടല്ലേ നമ്മളെ ഗുണം മാറുന്നത്. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വ്യക്തി സ്ഥായിയായിട്ടൊരു വാസന ഇരിക്കില്ല. ഏറ്റവും ശാന്തനായ വ്യക്തി തന്നെ ചിലപ്പോൾ ഏറ്റവും അക്രമകാരിയായി മാറിയേക്കും. ഒരിക്കല് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പട്ടാളസ്ഥയിൽ ഭർത്താവ് പകിലന്തിയോളം ജോലിയെടുത്ത് വന്ന് ഫുഡ് കഴിച്ചു. ഫുഡില് എന്തൊക്കെ ചേർത്ത് ഉപ്പ് മുളകൊക്കെ ചേർത്താ കൂടുതൽ ഇച്ചിരി സൈലം ചേർത്തു അല്ലെ. അന്നത്തെ കാലത്ത് വലിയ വിവാദമായ വാർത്തയാണ് താമരശ്ശേരിയിൽ. 4-5 പേരെ കൊന്നു. പക്ഷെ ആ പെൺകുട്ടി വളരെ ശാന്തമാണ്. നാട്ടുകാർക്ക് അതിശയപ്പെട്ടുപോയി. വളരെ ശാന്തത, ശാലീനത, സൗമ്യത. പക്ഷെ ഈ അക്രമവാസന എങ്ങനെ വന്നു? അപ്പൊ നമുക്ക് ബാഹ്യമായി ഒരാളെ വിലയിരുത്തി അയാൾ ശാന്തനാണെന്നോ അക്രമിയാണെന്നോ സ്ഥാപിക്കാൻ കഴിയില്ല ഒരിക്കലും. ഏറ്റവും ശാന്തനായ വ്യക്തി പോലും ആ വ്യക്തിയിൽ പോലും ഗുണങ്ങൾ മാറി മാറി വരും. ഗുണങ്ങൾ മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തി സ്ഥായിയായിട്ട് സത്വഗുണം മാത്രമുള്ള ബ്രാഹ്മണൻ എന്ന് പറയാൻ സാധിക്കില്ല. ആ വ്യക്തി ഡ്രൈവ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിൽ എന്ത് വേണം? രജോഗുണം വേണം. അപ്പൊ ആ വ്യക്തിയിൽ ബ്രാഹ്മണ്യം, ക്ഷത്രിയത്വം, മറ്റേ വർണ്ണങ്ങൾ മാറി 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 വരുന്നു. നമുക്ക് വില്ലേജ് ഓഫീസിൽ മാറി 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 പോകേണ്ടി വരും. രാവിലെ ബ്രാഹ്മണനായിരുന്നു, ഉച്ചയ്ക്ക് ക്ഷത്രിയനായിരുന്നു. അപ്പോൾ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥായിയായിട്ട് ഇയാൾ ബ്രാഹ്മണനാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നത്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു വ്യക്തിയുടെ വാസന ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ. മറ്റൊരാൾക്കും ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ശാന്തനാണോ അക്രമകാരിയാണോ ബുദ്ധിയാണോ ഒന്നും പറയാൻ സാധിക്കില്ല. ആ വ്യക്തിക്ക് മാത്രമേ അതറിയൂ. അതും പരിവർത്തനത്തിന് വിധേയപ്പെടുന്നതാണ്. നിരന്തര മാറ്റം. ഈ ഗുണങ്ങൾ നിരന്തര മാറ്റം വരുന്നതാണ്. എപ്പോഴും സത്വഗുണം മാത്രം മുകളിൽ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതും ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ശാശ്വതമായിട്ട് ബ്രാഹ്മണന് ക്ഷത്രിയൻ എന്ന് പറയുന്നതിന് നിരാസം ചെയ്തിരിക്കും. ഗീതയിൽ പറഞ്ഞത് ഗുണകർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വാദം ഇത് സ്വീകരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ബ്രാഹ്മണാദി എന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ ആണ് അർത്ഥം. നല്ല വിചാരമാണ്. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും മൗലികമായി അറിയേണ്ട ഒരു കാര്യമാണ് ഗുരുവിന്റെ ജാതി ദർശനം. ശരി, ആർക്കും ചോദിക്കാൻ ക്ലാസ് മനസ്സിലായതല്ലോ അല്ലേ? കഠിനമായ ഭാഷയായിട്ട് കുട്ടികളിൽ സന്തോഷം. എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ കുറച്ച് സമയം 2 ശ്ലോകം ഉച്ചാരണം ചെയ്തു.
മറ്റൊരു അവസരത്തിൽ നമുക്ക് അടുത്തുള്ള 3 ശ്ലോകങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപസംഹരിക്കുകയാണ്. ഓം തത്സത് ശ്രീനാരായണ വിവർത്തനമസ്തു. തുണികളിലൂടെ നമ്മെ കൊണ്ടുപോയി ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിൽ എന്താണ് സ്വാമി ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരാൻ നന്നായി സ്വാമിക്ക് കഴിഞ്ഞു. നമ്മളെല്ലാം അതിൽ കൃതാർത്ഥരാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ, ഈ ഫിലോസോഫിക്കൽ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ പല സാഹിത്യത്തിലും, ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിചാരിക്കുന്നു, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിലും മറ്റുള്ള നമ്മുടെ ഗീതയിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. സ്വാമിയുടെ ദർശനങ്ങൾ തന്നെയാണ് ഈ പ്രകൃതിയെ മൊത്തം നയിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ അഗാധ തലങ്ങളിലേക്ക് എത്താൻ ഇത്തരം പഠിച്ച് അറിവുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് അതിനെ നമുക്ക് പല മേഖലകളിലും ലിങ്ക് ചെയ്യാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും ഇനിയും താല്പര്യപ്പെടുന്നു. ഇനിയുള്ള മറ്റൊരവസരത്തിൽ സ്വാമിയെ നമ്മൾ അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഒരു പ്രത്യേക ലോകത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിൽ ഇവിടെ ശ്രോതാക്കളായവരുടെ എല്ലാവരുടെയും പേരിൽ സ്വാമിക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു.